കേൾക്കുന്നുണ്ട് സാർ. സാർ നിങ്ങളുടെ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നു. നിങ്ങൾ എന്നെ വെൽക്കം ചെയ്താൽ മതി. கார்த்தி அந்த எஜுகேஷன் ஸ்லைடு போட்டுருங்க. ജെയിൻ സാർ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നെ വെൽക്കം ചെയ്താൽ മതി സാർ. ഗുഡ് ഈവനിങ്. രാജു സാർ വെൽക്കം. യെസ് സാർ. നമ്മുടെ ഈ പ്രൊജക്ടിനെ കുറിച്ചും നമ്മുടെ ഈ ബിറ്റ്കോയിൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മുടെ എല്ലാ പ്രൊജക്ടിനെ കുറിച്ചും നമ്മുടെ രാജു സാറ് വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിക്കും. ഓക്കെ, വെൽക്കം സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഇത്തനെ ഷീറ്റ് ആൻഡ് ഷാർട്ട് സിംഗിൾ ലൈനിൽ മുടിച്ചല്ലോ. കംപ്ലീറ്റ് ഒരു ചില കാര്യങ്ങൾ നിങ്ങൾ പറയണ്ടേ. ഓക്കെ, നോ പ്രോബ്ലം. கார்த்தி இதுல வந்து மேக்ஸிமம் ஒரு 2-3 பேர் அன்மியூட் பண்ணா பரவாயில்ல. കാരണം സാർ എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഇല്ല അങ്ങനെ ഞാൻ വിചാരിക്കണം. സോ ഒരു 2-3% ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ റെഡി എന്ന് പറഞ്ഞാൽ ഒരു 2-3% നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്തെങ്കിൽ ചില സംഭവങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലാരിഫിക്കേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു 2-3% എനിക്ക് കോപ്പറേറ്റ് ആക്കണം. നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. നമ്മൾ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയാ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ യെസ് ആർ നോ പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കും. ഒരു 2-3 ആള് എനിക്ക് കോപ്പറേറ്റ് ചെയ്യുന്ന ആള് പ്ലസ് നിങ്ങളുടെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ജയൻ സാർ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ മനസ്സിലായി സാർ. അപ്പൊ നിങ്ങൾ കുറച്ച് മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്. കാരണം ഇന്ന് ഫസ്റ്റ് ഡേ നമ്മൾ നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സംസാരിക്കുമ്പോ ചില സമയങ്ങളിൽ ഞാൻ എന്താ ചോദിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അതിനു വേണ്ടിയാ ഒരു 2-3% ഹാൻഡ് റൈസ് ചെയ്തെങ്കിൽ ഞാൻ ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ സാർ, ഞാൻ ക്ലിയർ ചെയ്തോളാം. ഓക്കെ സാർ മനസ്സിലായി. ഞാൻ അത് ക്ലിയർ ചെയ്തോളാം. ഓക്കെ. கார்த்தி அந்த எஜுகேஷன் ஸ்லைட் போடுங்க கார்த்தி. യെസ് ഓക്കെ. സൂറത്തിൽ എല്ലാവർക്കും അനേക നമസ്കാരങ്ങൾ. ഡോക്ടർ ER രാജ തമിഴ്നാട്ടിൽ നിന്ന് പറയുന്നത്. ഞാൻ ഇവിടെ തമിഴ്നാട് സേലം ഡിസ്ട്രിക്ട് ഇവിടെ ഇവിടെ നമ്മള് ഈ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഒരു പുതിയ പ്രോജക്റ്റ് ഈ ലോകത്തിലെ വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു OS ടോക്കൺ എന്ന് പറയുന്ന ക്രിപ്റ്റോ ടോക്കൺ നമ്മൾ 30th ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതിനു മുൻപ് ഒരു ചില കാര്യങ്ങൾ നിങ്ങളെടുത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു എക്സ്റ്റെൻഡ് മൈ ഹാർട്ടിയ താങ്ക്സ് ഫോർ മിസ്റ്റർ ജെയിൻ സാർ. കാരണം നമ്മൾ കൂടെ അവർ ഒന്ന് TLC പണിയെടുത്തായിരുന്നു. ഇപ്പൊ ഞാൻ സ്വീറ്റ് ആൻഡ് ഷോർട്ട് ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. സാർ, ഫസ്റ്റ് ഓഫ് ഓൾ നെറ്റ്വർക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി, സൺഫ്ലവർ കോൺസെപ്റ്റ്, ബൈനറി കോൺസെപ്റ്റ്, മാട്രിക്സ് കോൺസെപ്റ്റ്, അതല്ലാതെ ഇൻവെസ്റ്റ്മെന്റ് കോൺസെപ്റ്റ്, ROI കോൺസെപ്റ്റ്, ഇങ്ങനെ ഒരുപാട് ഇന്നവരെ നമ്മള് സിൻസ് ലാസ്റ്റ് 65 years ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈവൻ ഇന്റർനാഷണൽ കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എംവേ, ലൈഫ്, എവോൺ, ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി മോഡിക്കെയർ, വെസ്റ്റേജ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളെ കണ്ടു. ഇത് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി. ഇന്ന് വരെ നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിനകത്ത് എന്തൊക്കെല്ലാം ചാലഞ്ച് ഉണ്ടായിരുന്നു, അവിടെ എന്തൊക്കെല്ലാം ചെയ്യണം, ഒരു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ മീൻസ് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3 years to 5 years നമ്മൾ ഫുൾ എഫോർട്ട്സ് ഇട്ടെങ്കിൽ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ ഒരു ചില പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അവിടെ ഏണിങ് നോക്കാൻ പറ്റും. അങ്ങനെ ഒരു ചാലഞ്ചസ് അവിടെ ഉണ്ട്. മറ്റു ചാലഞ്ചസ് എന്തൊക്കെല്ലാം ഉണ്ട്, എവറി മന്ത് അവിടെ ഒരു റീപർച്ചേസ് ഉണ്ടാകണം, അതൊരു ചാലഞ്ചസ്. മറ്റൊരു പ്രോബ്ലം എന്തൊക്കെ ഉണ്ട്, ലെഗ് മെയിൻ്റനൻസ്, അതൊരു പ്രോബ്ലം. അതല്ലാതെ പേഴ്സണൽ BV മെയിൻ്റനൻസ്, പേഴ്സണൽ മീൻസ് റാങ്ക് മെയിൻ്റനൻസ്, ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല കാര്യങ്ങൾ, പല സംശയങ്ങൾ നമുക്കുണ്ടായിരുന്നു. അല്ലാതെ കോവിഡ് വന്നതിന് ശേഷം ഈ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയുടെ ഫ്യൂച്ചർ ടോട്ടൽ ഔട്ടായി മാറി.
പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട് ഓഫ് ഫാഷൻ. ഇന്ന് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി തുടങ്ങിയിട്ട് അതിലിരുന്ന് സക്സസ് ചെയ്യുന്ന കാര്യം ഇത്തന്നെ വളരെ ഈസി അല്ല. ഇതാണ് പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനീസിന്റെ കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മള് ബൈനറി കമ്പനിയുടെ കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ ഈവൻ ഏറ്റവും വലിയ ബൈനറി കമ്പനി എന്ന് പറഞ്ഞാൽ 1980s സ്കൈവേ പ്ലസ് നമ്മുടെ RMP പ്ലസ് TLC പ്ലസ് VCAN ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ബൈനറി കമ്പനീസ് ഇന്ത്യയിനകത്ത് വന്നിട്ടുണ്ട്. ബൈനറി കമ്പനീസിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താന്ന് പറഞ്ഞാൽ വൺ ഫൈൻ മോർണിംഗ് ഡ്രിമ്മിങ് ആക്കും, പെയർ കട്ടിങ് ചെയ്യും, സീലിംഗ് ലിമിറ്റ് മാറ്റിക്കളയും, പിന്നെ പ്രോഡക്റ്റിലെ ക്വാളിറ്റി മാറ്റിക്കളയും. പിന്നെ വൺ ഫൈൻ മോർണിംഗ് ബൈനറി കമ്പനി ഇൻഫ്ലോ കുറവായിട്ട് കാണും, ഔട്ട്ഫ്ലോ കൂടുതലായിട്ട് പോകും. ആ കണ്ടീഷനിൽ ബൈനറി കമ്പനി വൈൻഡ് അപ്പ് ചെയ്യും. ഇന്ന് വരെ ബൈനറിയുടെ നെറ്റ് കൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞാൽ വൺ ഫൈൻ മോർണിംഗ് വൈൻഡ് അപ്പ് ആവും. അതാണ് ബൈനറി കമ്പനിയുടെ മെയിൻ പ്രോബ്ലം. മറ്റൊരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ ബൈനറി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 ലീഡേഴ്സ് ഒരു 95 ലീഡേഴ്സ് അവിടെ ഫെയിൽ ആവും. 95 ലീഡേഴ്സ് അവിടെ മാച്ച് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഒരു 3 to 5% മക്കൾ മാത്രം അവിടെ മാച്ച് ചെയ്ത് അവരുടെ പേ ഔട്ട് എടുക്കാം, അവിടെ ക്യാപ്പിംഗ് സീലിംഗ് ഇങ്ങനെ എടുക്കും. സോ ബൈനറി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് വേ എൻറ്റയർലി ഇത് ഫെയിലിയർ കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ പറയുക സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഈ ക്രിപ്റ്റോ ബേസ്ഡ് ഇന്ന് വരെ ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ട്രോൺ ബേസ്ഡ് ഒരുപാട് കമ്പനീസ് വന്നിട്ടുണ്ട്. ഒരുപാട് കമ്പനീസ് ആദ്യമായിട്ട് ഈ ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ബിസിനസ് എങ്ങനെ തുടങ്ങിയായിരുന്നു? സ്മാർട്ട് കോൺട്രാക്റ്റിലെ തുടങ്ങിയതാ. ഈ സ്മാർട്ട് കോൺട്രാക്ട് മീൻസ് ഫെയിലിയർ കോൺസെപ്റ്റ്. അതെന്താന്ന് പറഞ്ഞാൽ സ്മാർട്ട് കോൺട്രാക്റ്റില് ഒരു ഗ്യാസ് ഫീന്ന് ഒരു കാര്യമുണ്ട്. ഈ ഗ്യാസ് ഫീ നമ്മുടെ കൺട്രോളിലല്ല. ഈ ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനും കിട്ടില്ല, മക്കൾക്കും കിട്ടില്ല. അത് പുറത്ത് അതിന്റെ ERC അല്ലെങ്കിൽ TRC ഇങ്ങനെ പുറത്ത് ഒരു ഗ്യാസ് ഫീ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം. അതെന്താന്ന് പറഞ്ഞാൽ ഈ ഗ്യാസ് ഫീ നമ്മുടെ കൺട്രോളിലല്ല. നേരത്തെ ഈവൻ ഞാൻ ആദ്യം ഒരു എത്തിരീതിയിൽ തുടങ്ങിയതാ. ഞാൻ തുടങ്ങുമ്പോൾ അതിന്റെ പാക്കേജ് റേറ്റ് 1500 ഉണ്ടായിരുന്നു. അതിന്റെ ജോയിനിങ് പ്രോസസിങ് എമൗണ്ട് ഓൺലി $3 ഉണ്ടായിരുന്നു. വിത്തിൻ 2 months ആ പ്രോസസിങ് ഫീ ബിക്കോസ് ഓഫ് സ്മാർട്ട് കോൺട്രാക്ട് $3 to $100 ആയിട്ട് മാറി. അപ്പൊ ഒരു ജോയിനിങ് കൂടെ വന്നിട്ടില്ല. സോ ബിക്കോസ് ഓഫ് ഗ്യാസ് ഫീ ഈ സ്മാർട്ട് കോൺട്രാക്ട് ബിസിനസ് എന്ന് പറഞ്ഞാൽ 100% ഫെയിലിയർ കോൺസെപ്റ്റ്. കാരണം പറയുന്ന ചലഞ്ചസ് എല്ലാം ഇവിടെ ഗോൾഡിലെ കംപ്ലീറ്റ് മാറ്റിക്കളഞ്ഞ് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ലേറ്റസ്റ്റ് പ്രോജക്ട്, ഈ OSTON ഗോൾഡ് പ്രോജക്റ്റിനകത്ത് ഈ സംശയങ്ങളെല്ലാം നമ്മൾ മാറ്റിക്കളഞ്ഞ് ഇവിടെ സ്മാർട്ട് കോൺട്രാക്റ്റില്ല. ദർ ഇസ് നോ ഗ്യാസ് ഫീ, ദർ ഇസ് നോ ട്രാൻസാക്ഷൻ ഫീ. മറ്റു കാര്യങ്ങൾ ഡീസെൻട്രലൈസ് പ്രോഗ്രാം. ഡീസെൻട്രലൈസ് പ്രോഗ്രാം 100% ഫെയിലിയർ കോൺസെപ്റ്റ്. വൈ? ബിക്കോസ് ഡീസെൻട്രലൈസിനകത്ത് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഇടുമ്പോ ബൈ ചാൻസ് ഈ ക്രിപ്റ്റോ കറൻസിയുടെ റേറ്റ് കൂടുമ്പോ അവിടെ ജോയിനിങ് അമൗണ്ട് നമ്മൾ മാറ്റിക്കളയാൻ പറ്റില്ല. എഡ്യൂക്കേഷൻ സൈഡ് വയ്യുക കാർത്തി. അപ്പോ ഡീസെൻട്രലൈസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 100% ഫെയിലിയർ കോൺസെപ്റ്റ്. അതെന്ത് സംശയം? അവിടെ ഇൻ കേസ് അവിടെ ജോയിനിങ് അമൗണ്ട് എക്സാമ്പിൾ ഇന്ത്യൻ വാല്യൂല് ഒരു 3000 rupees എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ക്രിപ്റ്റോ കറൻസി റേറ്റ് കൂടുമ്പോ ആ ജോയിനിങ് അവിടെ മാറ്റിക്കളയാൻ പറ്റില്ല. കാരണം ഒരു വട്ടം ഡീസെൻട്രലൈസ് പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം അവിടെ യാതൊരു മോഡിഫിക്കേഷൻ അവിടെ ചെയ്യാൻ പാടില്ല. അതാണ് ഡീസെൻട്രലൈസ് പ്രോഗ്രാം ഓൾസോ ഫെയിലിയർ കോൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇൻവെസ്റ്റ്മെന്റ് കോൺസെപ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഇന്ന വരെ കംപ്ലീറ്റ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് ടോട്ടൽ ഫെയിലിയർ കോൺസെപ്റ്റ്. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഓൺ ഫൈൻ മോർണിംഗ് അവർ വൈൻഡ് അപ്പ് ആക്കും. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ. നെക്സ്റ്റ് ROI. ROI എന്ന് പറഞ്ഞാൽ 100% അത് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഒരു പരിപാടി. ROI മീൻസ് 100% ഫെയിലിയർ കോൺസെപ്റ്റ്. നെക്സ്റ്റ് ഒരു കാര്യം അതെന്താന്ന് പറഞ്ഞാൽ ഈ ബോർഡ് പർച്ചേസ് ചെയ്യുന്ന കാര്യം. ഈ ബോർഡ് പർച്ചേസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 100% ഫെയിലിയർ കോൺസെപ്റ്റ്. സോ ഞാൻ പറയുന്ന കാര്യം തന്നെ പറഞ്ഞാൽ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയിലുള്ള കംപ്ലീറ്റ് ചാലഞ്ചസ് അതിന്റെ പ്രോബ്ലംസ് എല്ലാം OSTON ഗോൾഡിൽ നമ്മൾ മാറ്റിക്കളഞ്ഞ് ബൈനറി എന്ന് പറഞ്ഞാൽ ലെഗ് മെയിൻ്റനൻസ് ഇവിടെ OSTON ഗോൾഡിൽ ഒരു ലെഗ് പോയാലും മതി നിങ്ങൾ ഒരു മൾട്ടി ക്രോർപതിയായിട്ട് മാറുന്ന ഒരു ഓപ്ഷൻ ഈ OSTON ഗോൾഡിനകത്തുണ്ട്. അതല്ലാതെ ഇവിടെ ബോർഡ് പർച്ചേസ് ചെയ്യുന്ന യാതൊരു പ്ലാനും ഇവിടെ ഇല്ല. വൺ ടൈം മാത്രം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ കിട്ടുന്ന കാര്യം ഇവിടെ ഇല്ല. ROI പെർസെന്റേജ് കിട്ടുന്ന കാര്യം ഇവിടെ ഇല്ല. ഈ OSTON ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിനകത്ത് എന്തൊക്കെല്ലാം പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, എന്തൊക്കെല്ലാം സംശയങ്ങൾ ഉണ്ടായിരുന്നോ, എന്തെല്ലാം ചാലഞ്ചസ് ഉണ്ടായിരുന്നോ
ആ കംപ്ലീറ്റ് ചാലഞ്ചസ് പ്രോബ്ലംസ് കംപ്ലീറ്റ് കാര്യങ്ങളെ മാറ്റിക്കളഞ്ഞ് ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇവിടെ ഓയിസ്റ്റേൺ ഗോൾഡ്. ഓക്കെ, ഈ ഓയിസ്റ്റേൺ ഗോൾഡില് ഏറ്റവും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ ഈ ക്രിപ്റ്റോ ബേസ്ഡ് ബിസിനസ് കമ്പനികൾ ഒരുപാട് വന്ന് ക്ലോസ് ആയി. യാതൊരു കമ്പനി ഇന്ന വരെ அந்த ஜாயினிங் அமௌண்ட்டுக்கு வேண்டி ஒரு ப்ராடக்ட் யாரும் கொடுத்துட்டிല്ല. വിത്തൗട്ട് പ്രോഡക്റ്റ് ഒരു കമ്പനി നടക്കുന്നെന്ന് പറഞ്ഞാൽ ദാറ്റ് കമ്പനി വിൽ ബികംസ് അണ്ടർ മണി സർക്കുലേഷൻ. സോ മണി സർക്കുലേഷൻ അകത്ത് പിന്നെ ഓൺ ഫൈൻ മോർണിംഗ് കമ്പനി വൈൻഡ് ചെയ്യുന്ന ഒരു നിർബന്ധം അവിടെ വരും. അതാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് ചെയ്ത് ഈ ഓയിസ്റ്റേൺ ഗോൾഡിനുള്ള കമ്പനി ഈ ലോകം എടുക്കുന്നവരെ നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതാണ് ഒരു ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റി ലണ്ടൻ കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. മലേഷ്യയിലെ മോർബിക് ആസ്കറ്റ് അക്കാഡമി എന്ന് പറയുന്ന ഒരു കോളേജ് ഉണ്ട്. ആ കോളേജ് അഫിലിയേറ്റഡ് ബൈ ലണ്ടൻ കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അവിടെ നിന്ന് നമ്മൾ മക്കളുടെ അടുത്തുനിന്ന് ഓയിസ്റ്റേൺ ഗോൾഡിന്റെ ജോയിനിങ് എമൗണ്ട് എത്ര മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ 300 ട്രാണാണ് നമ്മൾ മേടിക്കുന്ന കാര്യം. ഈ 300 ട്രാണക്ക് നമ്മൾ എന്തൊക്കെയുള്ള ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഓഫറിംഗ് സർട്ടിഫിക്കേഷൻ കോഴ്സസ്. ആ സർട്ടിഫിക്കേഷൻ കോഴ്സസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായ കോഴ്സാ. ഒന്ന് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ, ക്രിപ്റ്റോ കറൻസി ബൈയിങ് സെല്ലിംഗ് സർട്ടിഫിക്കേഷൻ, ബിസിനസ് മാനേജ്മെന്റ് സർട്ടിഫിക്കേഷൻ, സോഷ്യൽ മീഡിയ സർട്ടിഫിക്കേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കേഷൻ. ഇങ്ങനെ ഒരു 5 സർട്ടിഫിക്കേഷൻ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മറ്റ് ഡിപ്ലോമ കോഴ്സസ് ആൻഡ് ഓൾസോ വി ആർ പ്രൊവൈഡിങ് MBA കോഴ്സസ്, MBA ഫിനാൻസ്, MBA മാർക്കറ്റിംഗ്, MBA ഹോട്ടൽ മാനേജ്മെന്റ്, MBA ടൂറിസം. ഇങ്ങനെ 1 ഇയർ MBA കോഴ്സസും മറ്റു കാര്യങ്ങളെ നമ്മൾ ഓഫർ ചെയ്യുന്നത്. മീൻസ് ഈ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് 300 ട്രാൺ നിങ്ങൾ കൊടുക്കുന്നത് ഈ ഓയിസ്റ്റേൺ ഗോൾഡിന്റെ പരിപാടി തുടങ്ങാൻ വേണ്ടി നിങ്ങൾ 300 ട്രാൺ കൊടുക്കാൻ പോകുന്നു. ആ 300 ട്രാണക്ക് കമ്പനി എന്തൊക്കെ ഓഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ കോഴ്സ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. മറ്റു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആ കോഴ്സ് പഠിച്ചതിന് ശേഷം ഓൺലൈൻ എക്സാം കാണും. ആ എക്സാം കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഓൺലൈൻ എക്സാമിനേഷൻ ആ സെമസ്റ്റർ ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മലേഷ്യയിൽ നിന്ന് ഇഷ്യൂ ചെയ്യാൻ പോകുന്നു. ആ സർട്ടിഫിക്കേഷൻ എന്താന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലെ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ്. സോ ഫസ്റ്റ് പോയിന്റ്, ഇന്റർനാഷണൽ ക്രിപ്റ്റോ മാർക്കറ്റിലെ ഓയിസ്റ്റേൺ ഗോൾഡ് ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈമായിട്ട് മക്കളുടെ അടുത്ത് നിന്ന് മേടിക്കുന്ന 300 ട്രാണക്ക് നമ്മൾ ഒരു ഓൺലൈൻ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഈ രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇന്ന കമ്പനി തുടങ്ങി 5 മാസങ്ങളായി. 5 മാസത്തിൽ നമ്മൾ മോർ ദൻ 20 കൺട്രീസിൽ നമ്മൾ നമ്മുടെ ബിസിനസ് കിട്ടിയിട്ടുണ്ട്, മോർ ദൻ 20 കൺട്രീസില്. സോ ഇത് ഫസ്റ്റ് ഒരു വാലിഡ് ആണ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ഒരു വാലിഡ് ആണ് പോയിന്റ് എന്താന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ ഏത് കമ്പനികളും മക്കളുടെ അടുത്ത് മേടിക്കുന്ന ആ പേയ്മെന്റിന്റെ ഡിസ്ബർസ്മെന്റ് ക്ലിയർ ആയിട്ട് അവരെ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് ഫസ്റ്റ് ഓയിസ്റ്റേൺ ഗോൾഡ് ആണ് അങ്ങനെയുള്ള ഒരു കമ്പനി. ഇങ്ങനെ നിർത്തണം. ആദ്യമായിട്ട് നമ്മള് ബേസിക് ഇൻവെസ്റ്റ്മെന്റ് എന്താണ് പറഞ്ഞാൽ 300 ട്രാൺ. ഓക്കെ, ഈ 300 ട്രാൺ എപ്പോഴും മീൻസ് ഇന്ന ട്രാണിന്റെ റേറ്റ് എന്താന്ന് പറഞ്ഞാൽ ഒരു 7 റുപ്പി പ്ലസ്, ഈവൻ അപ് ടു 10 റുപ്പീസ് ആയാലും അപ് ടു 3000 റുപ്പീസ് നമ്മുടെ ഇന്ത്യൻ മണിയിലെ ജോയിനിങ് എമൗണ്ട്. ബൈ ചാൻസ് ഈ ട്രാണിന്റെ റേറ്റ് ഒരു 20 റുപ്പീസ് ആയിട്ട് മാറുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ 300 ട്രാണ് 150 ട്രാൺ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. വൈ? ബിക്കോസ് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലെ ഇങ്ങനെ പറയാം, ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിലെ ഫസ്റ്റ് ടൈമാണ് 100% സെൻട്രലൈസ് പ്രോഗ്രാം. ഇത് 100% സെൻട്രലൈസ് പ്രോഗ്രാം. അപ്പൊ നമ്മൾ ട്രാണിന്റെ റേറ്റ് കൂടുമ്പോ അക്കോർഡിംഗ് ടു ദ റേറ്റ് നമ്മൾ എന്താ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും 3000 റുപ്പീസ് കൂടുതലായിട്ട് നമ്മൾ ജോയിനിങ് എമൗണ്ട് ഒരിക്കലും വിടില്ല. കാരണം നമ്മൾ നമ്പർ ഓഫ് ജോയിനിങ് എമൗണ്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ 300 ട്രാനുടെ ഡിസ്ബർസ്മെന്റ് എന്താ ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഔട്ട് ഓഫ് 300 ട്രാനില് എവറിഡേ നൈറ്റ് 12 മണിയാകുമ്പോൾ ക്ലോസ് ആവും. എവറിഡേ നൈറ്റ് 12 മണി ക്ലോസ് ആവും. ഔട്ട് ഓഫ് 300 ട്രാനില് ആദ്യമായിട്ട് നമ്മൾ ഡയറക്റ്റ് റെഫറൽ ഇൻസെന്റീവ് വേണ്ടി ഒരു 95 ട്രാൻ അവർ അലോട്ട് ചെയ്യുന്നു. For universal income 15 tron, silver royalty 45 tron, gold royalty 25 tron, diamond royalty 10 tron, level income 100 tron, for payment gateway 2 tron, for admin 8 tron. Out of 300 TRX basic investment makkalukku kodukkunna total ethananu paranja 292. So company is not holding even single tron of the public. That means
എന്താ ഒരു കമ്പനി മക്കളുടെ പൈസ ഹോൾഡ് ചെയ്തില്ലയോ ആ കമ്പനി എടുത്തിട്ട് ഓടാന് ഇവിടെ ഒന്നുമില്ല, പോകാൻ പാടില്ല. കാരണം മക്കളുടെ മണി എവറിഡേ ഡിസ്ബഴ്സ്മെന്റ്, എവറിഡേ 12 o'clock ഡിസ്ബഴ്സ്മെന്റ്. ഓക്കെ, ഈ 300 ട്രാണ് കൊണ്ട് തുടങ്ങുന്ന ഈ ബിസിനസ്സിലെ ടോട്ടൽ 8 ടൈപ്സ് ഓഫ് ഇൻകം നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻകം എത്രയാണെന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 ടൈപ്സ്. അതില് ഡയറക്റ്റ് റെഫറൽ ഇൻകം. ഈ ഡയറക്റ്റ് റെഫറൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഇത് വർക്കിംഗ് ഇൻകം. ഓക്കെ, ഇത് പ്യൂർ വർക്കിംഗ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ വർക്കിംഗ് നിങ്ങൾ ഡയറക്റ്റ് റെഫറൽ മാത്രം ഉണ്ടാക്കുന്നത്. ബട്ട് മറ്റ 4 ഇൻകം എവിടെ? യൂണിവേഴ്സൽ ഇൻകം, സിൽവർ റോയൽറ്റി ഇൻകം, ഗോൾഡ് റോയൽറ്റി ഇൻകം, ഡയമണ്ട് റോയൽറ്റി ഇൻകം. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇത് സിസ്റ്റം ത്രൂ ഫ്രം ദ ഗ്ലോബൽ ടേൺ ഓവർ, നോട്ട് ഫ്രം യുവർ ടീം. இந்த 4 ഇൻകം എവിടെ നിന്ന് കിട്ടുന്നത്? ഗ്ലോബൽ ടേൺ ഓവർ. ഓക്കെ, നെക്സ്റ്റ് വിഡ്രോവൽ ഇൻകം, ലെവൽ ഇൻകം, അൺലിമിറ്റഡ് പാസീവ് ഇൻകം. ഇങ്ങനെ ടോട്ടൽ 8 ടൈപ്പ് ഓഫ് ഇൻകം. എവറി ഡേ 12 മണിയാകുമ്പോൾ ക്ലോസിംഗ് ആൻഡ് വിഡ്രോവൽ അപ് ടു യു. വിഡ്രോവൽ നോ നീഡ് ഓഫ് എനി അപ്രൂവൽ. എവറി ഡേ നൈറ്റ് 12 മണിയാവും ക്ലോസ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിനകത്ത് കയറും. നിങ്ങൾ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം യു ക്യാൻ വിഡ്രോൾ യുവർ ട്രാൻ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയറക്റ്റ് റെഫറൽ ഇൻകം. ഈ ഡയറക്റ്റ് റെഫറൽ ഇൻകം എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ എന്താ? ഓയിസ്റ്റേൺ ഗോൾഡിന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 3 matrix പ്ലാനാണ്. 3 matrix പ്ലാൻ. നിങ്ങൾ ആദ്യമായിട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ യു ആർ സപ്പോസ് ടു റെഫർ 3 people. 3 ആളെ നമ്മൾ ഇവിടെ റെഫർ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഈ ബിസിനസ് തുടങ്ങാൻ ഒരു 300 ട്രാനാണ് നമ്മൾ അടച്ചത്. അത് 300 ട്രാൻ ഇമ്മീഡിയറ്റ് കിട്ടുമ്പോ ഒരു നെറ്റ്വർക്ക് ഇൻഡസ്ട്രിനകത്ത് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന മണി പെട്ടെന്ന് റിട്ടേൺ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഒരു ബെസ്റ്റ് കാര്യമൊന്നുമില്ല. ഇവിടെ എന്താന്ന് പറഞ്ഞാൽ ഓരോ ആള് റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 95 ട്രാൻ കിട്ടും അന്ന നൈറ്റ് 12 മണിയാകുമ്പോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മക്കൾക്ക് എന്താ ചോദിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ 3 ആളെ മാത്രം റെഫർ ചെയ്താൽ മതി. നിങ്ങളുടെ ഡയറക്റ്റ് റെഫറൽ ഇൻസെന്റീവ് 95 + 95 + 95 = 285 ട്രാൻ. അതല്ലാതെ ലെവൽ ഇൻകം ഒരു 5 + 5 + 5 50 ട്രാൻ, ടോട്ടൽ 300 ട്രാൻ. അപ്പോ ഓയിസ്റ്റേൺ ഗോൾഡിന്റെ ഈ ബിസിനസ് തുടങ്ങാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ 300 ട്രാൻ. 3% നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ 300 ട്രാൻ ഓൺ ദ ഡേ ഇറ്റ്സെൽഫ് നൈറ്റ് 12 മണിയാകുമ്പോൾ നമുക്ക് റിട്ടേൺ കിട്ടും. ഓക്കെ, മറ്റൊരു ഇൻകം ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇവിടുന്ന്. മറ്റൊരു ഇൻകം എന്താന്ന് പറഞ്ഞാൽ അതിന്റെ പേര് എന്താന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഇൻകം. ഈ യൂണിവേഴ്സൽ ഇൻകം എവിടെ നിന്ന് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഫ്രം ഗ്ലോബൽ ടേൺ ഓവർ. ഈ യൂണിവേഴ്സൽ ഇൻകം ആരാണ് എലിജിബിലിറ്റി? ഇതിന്റെ എലിജിബിലിറ്റി എന്താ? നിങ്ങൾ ജസ്റ്റ് ദ പേഴ്സൺ ഹു റെഫർഡ് 3 persons, 3 ആളെ നിങ്ങൾ റെഫർ ചെയ്തിരുന്നെങ്കിൽ യു ആർ എലിജിബിൾ ഫോർ യൂണിവേഴ്സൽ ഇൻകം. ഈ യൂണിവേഴ്സൽ ഇൻകം എവിടെ നിന്നാണ് റൂട്ട് ചെയ്യുന്നത്? ഫ്രം ഈച്ച് ആൻഡ് ന്യൂ ഗ്ലോബൽ ബിസിനസ്. ന്യൂ ഗ്ലോബൽ ബിസിനസ്സിലിരുന്ന് ഫ്രം ഈച്ച് ആൻഡ് എവറി ന്യൂ ജോയിനിങ്സ് നമ്മൾ സിസ്റ്റം ഒരു 50 ട്രാണ് സെപ്പറേറ്റ് ആയിട്ട് ഫോർ യൂണിവേഴ്സൽ പൂ അലോട്ട്മെന്റ് ആക്കും. അപ്പൊ 20 ന്യൂ ജോയിനിങ് വരുമ്പോ 20 × 15 = 300 ട്രാൻ. അപ്പൊ എവറി ആഫ്റ്റർ 20 ന്യൂ ജോയിനിങ്സ് യാർക്കെല്ലാം 3 persons റെഫർ ചെയ്തിട്ടുണ്ടോ സീനിയോറിറ്റി വൈസ് 1 by 1 300 ട്രാൻ അവർക്ക് റിട്ടേൺ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് പറയുന്ന മക്കൾക്ക്? 300 ട്രാണ് കൊണ്ട് ഈ ബിസിനസ് തുടങ്ങി 3 ആളെ നമ്മൾ റെഫർ ചെയ്തെങ്കിൽ 600 ട്രാൻ അഷ്യൂർഡ് റിട്ടേൺ. മറ്റൊരു ഇൻകം എന്താന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സിൽവർ റോയൽറ്റി. റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് കമ്പനീസിലെ വലിയ ലീഡർക്ക് മാത്രം കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ഡിസൈഡ് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ ബേസ് ലെവലിൽ ഇരിക്കുന്ന ലീഡർക്ക് നമ്മൾ കുറേ പൈസ കിട്ടുമ്പോൾ അവർ സുഖമായിട്ട് പണിയെടുക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ സിൽവർ റോയൽറ്റിയെ കുറേ ലെവൽ നമ്മൾ ഫിക്സ് ചെയ്താണ്. ഓൺലി 3 ലെവൽ. നമ്മുടെ പ്ലാന് 3 matrix. 3 ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ നിങ്ങൾ 3 ആള് കാണും. 3 × 3 9, 9 × 3 27. ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ് ഫിൽ ആയിട്ട് കാണണം. അപ്പൊ മൊത്തം 3 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യു ആർ എലിജിബിൾ ഫോർ സിൽവർ റോയൽറ്റി. 3, 9, 27 ടോട്ടൽ നിങ്ങൾ ഐ ഡി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ 40 × 300 ട്രാൻ നിങ്ങളുടെ ബിസിനസ് വോള്യൂം വന്ന് കാണും. അപ്പൊ 3 ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സിൽവർ റോയൽറ്റി എങ്ങനെയാണ് സിസ്റ്റം കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ഫ്രം ഗ്ലോബൽ ടേൺ ഓവർ. എങ്ങനെ കൊടുക്കുന്നത്? ഓക്കെ, അപ്പൊ ഈച്ച് ആൻഡ് എവറി ന്യൂ ജോയിനിങ് ഫ്രം ദ ഗ്ലോബൽ ബിസിനസ് 45 ട്രാൻ സെപ്പറേറ്റ് ആയിട്ട് സിസ്റ്റം അലോട്ട് ചെയ്യും. എവറി ഡേ നൈറ്റ് 12 മണിയാകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ ജോയിനിങ്സ് ഇൻടു 45 ട്രാൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സിൽവർ റോയൽറ്റി അച്ചീവേഴ്സ്. അപ്പൊ എവറി ഡേ റോയൽറ്റി ഫ്രം ദ ഗ്ലോബൽ ടേൺ ഓവർ. ഓക്കെ, ഇങ്ങനെയാണ് ഇന്നവരെ നമ്മൾ ബിസിനസ് ഒക്കെ തുടങ്ങി ഒരു 5 months ആണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഔട്ട് ഓഫ് 5 months മോർ ദൻ 1500 റോയൽറ്റി അച്ചീവേഴ്സ് ഇവിടെ അച്ചീവ്മെന്റ് വന്നിട്ടുണ്ട്. ഇന്നവരെ ഈ റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഫ്രം 15 ട്രാൻ ടു ഈവൻ ഒരു 115 ട്രാൻ വരെ കിട്ടിയിട്ടുണ്ട് ഓൺ ഡെയിലി ബേസിസ്. എവറി ഡേ നൈറ്റ് 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ട്രാൻ കിട്ടും. ബട്ട് ഏതുവരെ നിങ്ങൾ കിട്ടും? നമ്മുടെ ടോട്ടൽ ബിസിനസ് വോള്യൂം എത്ര കൊടുത്തിട്ടുണ്ട്? ഈ സിൽവർ റോയൽറ്റി അച്ചീവ് ചെയ്യാണ് നിങ്ങളുടെ വാല്യം എത്ര പറഞ്ഞാൽ 40 IDs.
40 into 300 12,000 tron. ടോട്ടൽ നിങ്ങൾ ടീമിൽ നിന്ന് 12,000 tron കിട്ടിയിട്ടുണ്ട് ബിസിനസ്. കമ്പനി എന്താ അഷുറൻസ് കൊടുക്കുന്നു പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് 12,000 tron നിങ്ങൾക്ക് 24,000 tron കിട്ടുന്ന വരെ ഈച്ച് ആൻഡ് എവറി ഡേ നിങ്ങൾക്ക് സംവാട്ട് tron ആസ് എ റോയൽറ്റി എവറി ഡേ നൈറ്റ് 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ടോട്ടൽ അഷ്യൂർഡ് റിട്ടേൺ എത്ര പറയുന്നത് 24,000 ഔട്ട് ഓഫ് 12,000. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഗോൾഡ് റോയൽറ്റി. ഈ ഗോൾഡ് റോയൽറ്റി എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു കംപ്ലീറ്റ് 5 ലെവൽസ് 3, 9, 27, 81, 243. ഇത് കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് യു ആർ ഗോയിങ് ടു ബിക്കം ഗോൾഡ് റോയൽറ്റി അച്ചീവർ. ഓക്കെ, അപ്പൊ ഗോൾഡ് റോയൽറ്റി എങ്ങനെയാണ് സിസ്റ്റം കൊടുക്കുന്നത്? ഇറ്റ് ഈസ് ഓൾസോ ഫ്രം ഗ്ലോബൽ ടേൺ ഓവർ. ഫ്രം ഈച്ച് ആൻഡ് എവറി ന്യൂ ജോയിനിങ്സ് സിസ്റ്റം ഒന്ന് ഒരു 25 tron സെപ്പറേറ്റ് ആയിട്ട് അലൗട്ട് ആക്കാൻ പോകുന്നു. സോ എവറി ഡേ നൈറ്റ് 12 മണിയാകുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂ ജോയിനിങ്സ് ഇൻറ്റു 25 tron ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഗോൾഡ് റോയൽറ്റി അച്ചീവേഴ്സ്. അപ്പൊ ഇന്നവരെ ഗോൾഡ് റോയൽറ്റി എത്ര കിട്ടിയിട്ടുണ്ട്? 52,200 വരെ ഇന്നവരെ കിട്ടിയിട്ടുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ ഗ്ലോബൽ ടേൺ ഓവർ. ഓക്കെ, നെക്സ്റ്റ് ഡയമണ്ട് റോയൽറ്റി. ഈ ഡയമണ്ട് റോയൽറ്റി എന്താന്ന് പറഞ്ഞാൽ 7 ലെവൽസ് നിങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ് യു ആർ എലിജിബിൾ ഫോർ ഡയമണ്ട് റോയൽറ്റി. ആ ഡയമണ്ട് റോയൽറ്റി സിസ്റ്റം എങ്ങനെ കൊടുക്കുന്നത്? ഫ്രം ഈച്ച് ആൻഡ് എവറി ന്യൂ ഗ്ലോബൽ ബിസിനസ് നമ്പർ ഓഫ് ന്യൂ ജേർണീസ് ഇൻറ്റു 10 tron ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡയമണ്ട് റോയൽറ്റി അച്ചീവേഴ്സ്. അവർക്ക് എവറി ഡേ നൈറ്റ് 12 മണിയാകുമ്പോൾ ഡയമണ്ട് റോയൽറ്റി കിട്ടും. നെക്സ്റ്റ് വിഡ്രോൾ ഇൻകം. ഈ വിഡ്രോൾ ഇൻകം പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ ലോകത്തിലെ ഫസ്റ്റ് വോയിസ് ഓൺ ഗോൾഡ് ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാൻ കൊടുത്തിട്ടുണ്ട്. വിഡ്രോൾ ഇൻകം നിങ്ങളുടെ ടീമിലെ ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് ടു റൈറ്റ് പണിയെടുക്കുന്ന ആൾക്ക് ട്രാൺ കിട്ടും. അപ്പൊ മിനിമം വിഡ്രോൾ എത്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിനകത്ത് 100 tron ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദ വിഡ്രോവൽ. അറ്റ് ദ ടൈം ഓഫ് വിഡ്രോവൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 20% ഓഫ് ദ വിഡ്രോവൽ വാട്ട് എവർ ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രാൻസ് അതിന്റെ 20% സിസ്റ്റം ഓട്ടോമാറ്റിക്കലി ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങളുടെ മുകളിൽ ഇരിക്കുന്ന 20 ലീഡേഴ്സ് ടോപ്പ് ലീഡേഴ്സ് ആ 20 ലീഡേഴ്സ് പ്ലസ് അഡ്മിൻ അവർക്കാണ് ഇൻസ്റ്റന്റ്ലി ഡിസ്ബർസ്മെന്റ് കിട്ടുന്ന ഒരു കാര്യം. സോ ഈ വിഡ്രോവൽ ഇൻകം ഇന്നവരെ ഔട്ട് ഓഫ് 5 months നമ്മൾ കണ്ട എക്സ്പീരിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ സിൽവർ റോയൽറ്റി കാട്ടിലും ഗോൾഡ് റോയൽറ്റി കാട്ടിലും ഡയമണ്ട് റോയൽറ്റി കാട്ടിലും ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഈ വിഡ്രോവൽ ഇൻകം ആണ്. ഈ വിഡ്രോവൽ ഇൻകം ഡെയിലി നിങ്ങളുടെ ടീമിന് സൈസ് കൊണ്ട് ഡെയിലി 1000 tron 2,000 5,000 6,000 7,000 tron കൂടെ ആസ് എ വിഡ്രോവൽ ഇൻകം കിട്ടുന്നത്. ഇത് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഫസ്റ്റ് ടൈം വേസ്റ്റ് ആൻഡ് ഗോൾഡ് ആണ് ഇങ്ങനെ ഒരു ഇൻകം സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ ഇൻകം. சார் மியூட் ஆயிடுச்சு சார், மியூட் பண்ணி பேசுங்க சார். கேக்குதா கார்த்திக்? கேக்குது சார், கிளியர் சார். ஒரு கால் வந்துருச்சு. ஓகே, நம்மளுக்கு ലെവൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ 3 matrix 20 ലെവൽ പ്രോഗ്രാം. 3 matrix 20 ലെവൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ മാട്രിക്സ് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ് നമ്മൾ എന്താ പറയുന്നത് എവറി ഡേ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മലയാളം മീറ്റിംഗ് കൊടുക്കാൻ ഞാൻ റെഡി. ഓക്കെ, അപ്പൊ ഡെയിലി നിങ്ങൾ മക്കളെ ഇവിടെ ഇരുത്തുമ്പോൾ നമ്മൾ ഡെയിലി മലയാളം മീറ്റിംഗ് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഈ ടേബിളില് 0.1% പണിയെടുത്തെങ്കിലും ഈ ടേബിളില് അക്കോർഡിംഗ് ടു ദ ടേബിൾ 0.1% നിങ്ങളുടെ ടീം ക്യാരി ഔട്ട് ചെയ്തെങ്കിൽ മിനിമം സം ക്രോർസ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു അടിപൊളിയായ പ്രോഗ്രാമാണ് ഇവിടെ ഈ ടേബിളില്. നെക്സ്റ്റ് അൺലിമിറ്റഡ് പാസീവ് ഇൻകം. ഈ അൺലിമിറ്റഡ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ഇന്നവരെ യാതൊരു കമ്പനി ഇങ്ങനെ കൊടുത്തിട്ടില്ല. ഈ ലോകത്തിൽ ആദ്യമായിട്ട് വോയിസ് ഓൺ ഗോൾഡ് ആണ് ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട്. കാരണം മാട്രിക്സ് പ്ലാൻ എന്ന് പറഞ്ഞാൽ വലിയ ലീഡേഴ്സ് ആരും വരില്ല. എന്താ കാരണം? ലെവൽ കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഒരു കമ്മീഷൻ ഒന്നും കിട്ടില്ലല്ലോ. അതാണ് ആ വലിയ ലീഡേഴ്സ് ഈ മാട്രിക്സ് പ്ലാനിനകത്ത് കയറത്തില്ല. ബട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 20 ലെവൽ. ഓക്കെ, ഈ 20th ലെവലിൽ വരുന്ന ആളുണ്ടല്ലേ അവർക്ക് അഗെയിൻ ഒരു 20 ലെവൽ കാണും. ഇങ്ങനെ 20 ആയിട്ട് നിങ്ങളുടെ ടീമിന്റെ ഡെപ്ത് 1 lakh പോയെങ്കിലും ഒന്നും കുഴപ്പമില്ല. ആ 1 lakh പൊസിഷനിലുള്ള ആ ലീഡർ അവരുടെ 20 ലെവലിന്റെ ഇൻകം വിഡ്രോ ചെയ്യുമ്പോൾ അവരുടെ 20% ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മോഡിലുള്ള 20 ടോപ്പ് ലീഡേഴ്സ്ക്കാണ് ആ കമ്മീഷൻ കിട്ടാൻ പോകുന്നത്. പിന്നെ അങ്ങനെ റൂട്ട് ആക്കിയിട്ട് ഫ്രം 1 lakh to 10,000 ഉണ്ട്. 10,000 to 9,000 8,000 7,000 ഇങ്ങനെ ഏത് ഡെപ്റ്റിൽ നിന്ന് ഒരു ലീഡർ വിഡ്രോ ചെയ്താലും അതിന്റെ വിഡ്രോവൽ ഇൻകം അപ് ടു ടോപ്പ് വരെ കിട്ടാൻ പോകുന്ന ഈ പരിപാടിയാണ് അൺലിമിറ്റഡ് പാസീവ് ഇൻകം. ഈ അൺലിമിറ്റഡ് പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ടീമിന്റെ സൈസ് കൊണ്ട് ഓൺ ഫൈൻ മോർണിംഗ് 10,000 50,000 1 lakh ട്രാൻ കൂടെ കിട്ടുന്ന പരിപാടിയാണ്. ഇങ്ങനെ ഇതിനകത്തുള്ള ഒരു സ്ട്രെങ്ത് ആണ്, ഒരു യുണിക് ആണ് ഒരു ഇൻകം സിസ്റ്റം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നമ്മൾ അടിപൊളിയായി ഉണ്ടാക്കാൻ പോകുന്ന വോയിസ് ടോക്കൺ. ഈ ലോകത്തിലെ ഇതുവരെ 11,700 പ്ലസ് ക്രിപ്റ്റോ കറൻസി, ക്രിപ്റ്റോ ടോക്കൺ, ക്രിപ്റ്റോ കോയിൻസ് ഉണ്ട്. ഈ ലോകത്തിനകത്ത് ടോട്ടൽ എത്ര കോയിൻസ് ഉണ്ട്? ലിസ്റ്റഡ് വൈറ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് വരെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ലിസ്റ്റഡ് കറൻസിയുടെ ടോട്ടൽ നമ്പേഴ്സ് എത്രയെന്ന് പറഞ്ഞാൽ 11,700 പ്ലസ്. ഓക്കെ, ബട്ട് ഇന്ന് വരെ ഈ 11,700 ടോക്കൺസ് ഉണ്ട്. ബട്ട് യാരെങ്കിലും ഇങ്ങനെ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ടോ? യൂട്ടിലിറ്റി കൊടുത്തിട്ടുണ്ടോ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വോയിസ് ടോക്കൺ കമ്മിങ് 13th നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതിന്റെ റേറ്റ് എന്താന്ന് പറഞ്ഞാൽ 0.001 USDT മീൻസ് അപ്രോക്സ് 8 പൈസ. ഓക്കെ, ബട്ട് 30th ഓൺവേർഡ്സ് നിങ്ങൾ എന്തൊക്കെല്ലാം ചെയ്യാൻ പറ്റും? എന്തൊക്കെല്ലാം ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നമ്മള് ആസ് ഓൺ ഡേറ്റ് ഈ പൈസ കൊണ്ട്, ഈ റുപ്പീസ് കൊണ്ട് എന്തൊക്കെല്ലാം ചെയ്യുന്നു? നമ്മൾ എന്തൊക്കെല്ലാം ചെയ്യുന്നത്? ഫിസിക്കലായിട്ട് ഒരു പ്രൊവിഷൻ സ്റ്റോറിനകത്ത് നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ പേ, അല്ലെങ്കിൽ ഗൂഗിൾ പേ, അല്ലെങ്കിൽ പേടിഎം, അല്ലെങ്കിൽ ATM, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, അല്ലെങ്കിൽ വിസ കാർഡ്, അല്ലെങ്കിൽ നെഫ്റ്റ്, അല്ലെങ്കിൽ IMPS, അല്ലെങ്കിൽ RTGS. ഇങ്ങനെയാണ് നമ്മൾ മണി ട്രാൻസാക്ഷൻ ഈ പരിപാടിയിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കംപ്ലീറ്റ് മണി ട്രാൻസാക്ഷൻ നിങ്ങൾ എന്തൊക്കെല്ലാം ചെയ്യുന്നോ, ആസ് ഓൺ ഡേറ്റ് നിങ്ങൾ എന്തൊക്കെല്ലാം ചെയ്യുന്നോ, കംപ്ലീറ്റ് ആ ട്രാൻസാക്ഷൻ, കംപ്ലീറ്റ് എക്സ്പെൻസ് നിങ്ങൾ നമ്മുടെ OS ടോക്കണെ കൊണ്ട് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് ഈ ലോകത്തിലെ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു ടോക്കൺ റിലീസ് ചെയ്യാൻ പോകുന്നത് കമ്മിങ് 30th. അപ്പോ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? കംപ്ലീറ്റ് റീചാർജ്. പിന്നെ ഈ ലോകത്തിലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ 135 crore പീപ്പിൾ ഉണ്ട്. ഓക്കെ, ഫോൺ അല്ലാത്ത ആരെങ്കിലും ഉണ്ടാ? ആരില്ല. ബട്ട് ഇന്നവർ നമ്മൾ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത്? നമ്മൾ പൈസ കൊടുത്തിട്ട് കടയിൽ റീചാർജ് ചെയ്യും. ഏതെങ്കിലും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന? ഇല്ല. ഫോൺ പേ കൊണ്ട് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് ഏതെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുന്ന? ഇല്ല. ഓക്കെ, ഗൂഗിൾ പേ ചെയ്ത് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് ഏതെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുന്ന? ഇല്ല. ബട്ട് ആദ്യമായിട്ട് ഈ ലോകത്തിലെ ഫസ്റ്റ് ടൈം இந்த ഇന്റർനാഷണൽ ക്രിപ്റ്റോ ഇൻഡസ്ട്രി அது அப்படியே அந்த மொபைல் என்னென்ன கம்பெனி காமிங்க கார்த்தி നോക്ക് സാർ. കംപ്ലീറ്റ് റീചാർജ് നമ്മുടെ ടോക്കൺ കൊണ്ട് നിങ്ങൾ ചെയ്യാൻ പറ്റും. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് റീചാർജ് കിട്ടും വിത്ത് 2.5% ഡിസ്കൗണ്ട്. സോ ഇന്ന് വരെ ബിറ്റ് കോയിൻ ഉണ്ട്, 13 years ആയി, 35 lakhs അതിന്റെ റേറ്റ്. അതുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റൂ. ഈ BTT ഉണ്ട്, അതുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റൂ. എത്തീരിയം ഉണ്ട്, അതുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റൂ. കേരളത്തിൽ ഒരുപാട് ടോക്കൺസ് ഉണ്ട്, അതുകൊണ്ട് റീചാർജ് ചെയ്യാൻ പറ്റൂ. സോ ഇറ്റ് ഈസ് എ റിയൽ ടോക്കൺ, ഇറ്റ് ഈസ് എ റിയൽ കറൻസി, ഇറ്റ് ഈസ് എ ട്രൂ കറൻസി. നിങ്ങൾ യു ക്യാൻ കൺവേർട്ട് ഇൻ ടു എനി ഫോം വിത്തൗട്ട് ഫെയിൽ. നിങ്ങൾ ഏത് റീചാർജ് ചെയ്താലും മതി. ഈ പരിപാടി മാത്രം മതി നിങ്ങൾ കോടീശ്വർ മാറാനായിട്ട്, ഒരു മൾട്ടി ക്രോറുമായിട്ട് മാറാണ്. ഈ റീചാർജ് ചെയ്യുന്ന പരിപാടി മാത്രം മതി, ഇത് മാത്രമേ മതി നമ്മുടെ ടോക്കണിന്റെ. ഇപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളെ ചോദിക്കട്ടെ. ഈ ലോകത്തിലെ thousands ഓഫ് ടോക്കൺസ് ഉണ്ട്, thousands ഓഫ് കോയിൻസ് ഉണ്ട്, thousands ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ഉണ്ട്. ബട്ട് ആ കറൻസീസ് കൊണ്ട് എവിടെയും നമ്മൾ റീചാർജ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആദ്യമായിട്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഫസ്റ്റ് ടൈം വോയിസ് ടോക്കൺ അങ്ങനെ ഒരു കറൻസി റിലീസ് ചെയ്യുന്നത് 30th ആണ് നമ്മുടെ ലോഞ്ചിങ് പ്രോഗ്രാം ഊട്ടിയിലെ. ബട്ട് ലോഞ്ചിങ് ചെയ്ത വെരി നെക്സ്റ്റ് സെക്കൻഡ് യു ക്യാൻ ഗോ ഫോർ ദ ഓൾ റീചാർജ് വിത്ത് 2.5% ഡിസ്കൗണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു യൂട്ടിലൈസേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ ആ ടോക്കണിന്റെ ഗ്രോത്ത് എങ്ങനെ അടിപൊളിയായിട്ട് മാറും ജസ്റ്റ് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഓൾ ഡാറ്റ കാർഡ്സ്. നമ്മുടെ വീട്ടിലെ TV അല്ലാത്ത വീടുണ്ടോ സാർ? TV അല്ലാത്ത വീടില്ല. ഓൾ DTH, കംപ്ലീറ്റ് DTH നിങ്ങൾ റീചാർജ് ചെയ്യാൻ പറ്റും 2.5% ഡിസ്കൗണ്ട്, 2.5% ഡിസ്കൗണ്ട്. നെക്സ്റ്റ് ഓൾ ഡാറ്റ കാർഡ്. ഓൾ ഡാറ്റ കാർഡ് ഇന്ന് കോളേജ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യനകത്ത് നിയർ അബൌട്ട് 60 crores യങ്സ്റ്റേഴ്സ് ഉണ്ട്. എവറി ഇയർ നിയർ അബൌട്ട് 50 lakhs കോളേജ് സ്റ്റുഡൻസ് പുറത്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പുറത്ത് വരുന്നു. ഇന്ന് ഈവൻ ഒരു മെട്രിക്കുലേഷൻ സ്കൂൾ, ഒരു സെൻട്രൽ ബോർഡ് സ്കൂൾ, ഈവൻ കോളേജ്, എവറിത്തിങ് ഓൺലൈൻ. അപ്പൊ എല്ലാവരുടെ വീട്ടിലും ഒരു ഡാറ്റ കാർഡ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇന്റർനെറ്റ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങള് നമ്മുടെ ടോക്കൺ കൊണ്ട് ചെയ്യാൻ പറ്റും വിത്ത് 2.5% ഡിസ്കൗണ്ട്. ഇത് മാത്രം മതി നിങ്ങൾ മൾട്ടി ക്രോർപതിയായിട്ട് മാറാണ്. ഓക്കെ, ഇത് മാത്രമല്ല, നെക്സ്റ്റ് അഫിലിയേറ്റഡ് പാർട്ട്നേഴ്സ്. നമ്മുടെ അഫിലിയേറ്റഡ് പാർട്ട്നേഴ്സ് എന്നാ നോക്ക് സാർ,
ஒரு more than 300 affiliated partners, all branded items. Amazon.com, Flipkart, Mahindra, Zomato, KFC, Domino, FISA, Adidas, Louis Phillips, Lee Cooper, Tata, Samsung, Sony. Amazon.com ഉള്ള കംപ്ലീറ്റ് പ്രോഡക്ട്സ് നമ്മുടെ ടോക്കൺ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓൾ ഇലക്ട്രിസിറ്റി ബിൽ, ഈവൻ കേരള ഗവൺമെന്റിന്റെ വാട്ടർ ബോർഡ് ബിൽ, ഈവൻ കേരള ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി ബിൽ, all bus bookings, all cab bookings, all flight bookings, all 2-star, 3-star, 4-star, 5-star category bookings, all bookings, all branded items. ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ ടോക്കണെ കൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു ക്രിപ്റ്റോ കറൻസി ലോകത്തിലുണ്ടോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ടു ഡേറ്റ്. ഇതാണ് നമ്മൾ നിങ്ങളെ ചോദിക്കുന്ന ഇതാണ് നമ്മുടെ ആപ്പ്. ഓൾറെഡി പ്ലേ സ്റ്റോറിൽ വന്നിട്ടുണ്ട്. OS ടോക്കണ് നിങ്ങൾ അടിച്ച് അവിടെ നോക്കിയാൽ മതി. ബട്ട് ലൈവില് തട്ടിത്താണ് വരാൻ പോകുന്നത്. നിങ്ങൾ വിത്തൗട്ട് പാസ്വേഡ് അതിനകത്ത് കയറാൻ പറ്റില്ല. ബട്ട് ഇതിന്റെ ഡാഷ്ബോർഡ് നിങ്ങൾ കാണിക്കും. ഡാഷ്ബോർഡ് കാര്യത്തിൽ ഡാഷ്ബോർഡ് കാണിങ്ങ. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ആപ്പ്. ഇതെല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഒരുപാട് കോൺട്രാക്ട്സ് മറ്റു കാര്യങ്ങളെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. സൈൻ ചെയ്ത് റെഡിയാണ്. കമ്മിങ് 13th ഊട്ടിനകത്ത് മോർ ദാൻ ഒരു 300 ലീഡേഴ്സ് ആണ് പാൻ ഇന്ത്യയിൽ നിന്ന് വരാൻ പോകുന്നത്. ഇവിടെ വന്ന് അടിപൊളിയായിട്ട് നമ്മൾ ലാഞ്ചിങ് പ്രോഗ്രാം ഉണ്ടാക്കാൻ പോകുന്നു. ഇന്നവരെ ഒരു 5 മാസം മാത്രം 5 months മാത്രം കംപ്ലീറ്റ് ചെയ്തു. ഈ 5 months നമ്മുടെ ജോയിനിങ് പറഞ്ഞാൽ 60,000 ജോയിനിങ്സ് ഇപ്പൊ ക്രോസ് ആയി. 5 months മോർ ദാൻ 10 people 1 crore earn ചെയ്ത്. ഇതാണ് നമ്മുടെ യൂട്ടിലിറ്റി, നമ്മുടെ ഡാഷ്ബോർഡ്. ഇതിനകത്ത് നോക്കൂ സാർ, കംപ്ലീറ്റ് നിങ്ങളുടെ മൊബൈൽ, DTH, ഇലക്ട്രിസിറ്റി, ബ്രോഡ്ബാൻഡ്, ഗ്യാസ്, LPG ഗ്യാസ്, ലാൻഡ് ലൈൻ, ഫാസ്ടാഗ്, കംപ്ലീറ്റ് ഫാസ്ടാഗ്, ഇൻവൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തിൽ എന്തൊക്കെല്ലാം മക്കൾ എക്സ്പെൻഡ് ചെയ്യുന്നോ ആ കംപ്ലീറ്റ് ബിഗ് ബജാർ, കംപ്ലീറ്റ് റിലയൻസ് സ്മാർട്ട്, കംപ്ലീറ്റ് സ്പെൻസർ പ്ലാസ, കംപ്ലീറ്റ് ഡൊമിനോസ്, കംപ്ലീറ്റ് ഫിസ, എല്ലാ കാര്യങ്ങളും ഉണ്ട് കംപ്ലീറ്റ്. ഈവൻ ഗവൺമെന്റ് ടാക്സേഷൻ, all insurance companies premium, all banks EMI loan or Sriram company loan, Muthoot Finance loan, means all banking sector, all corporate banking sector, all government sector, all electricity board, all means ഈ നെറ്റ്വർക്ക് ഈ സെൽഫോൺ നെറ്റ്വർക്ക് നമ്മുടെ കവറേജ് എന്ന് പറഞ്ഞാൽ ഈ മറ്റേ എന്നാ കല്ല് വയ്ക്കുന്ന സ്ഥലത്ത് മാത്രം കാണിട്ട് ചെയ്തിട്ടില്ല. ഈ കല്ല് കിട്ടുന്ന പരിപാടി മാത്രം ചെയ്തിട്ടില്ല. മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു പുറം കൊണ്ടുവന്നു. കംപ്ലീറ്റ് കാര്യങ്ങളാണ്. ഇതാണ് ആദ്യമായിട്ട് ഈവൻ ഇന്റർനാഷണൽ ലെവലില് എലാൻ മാസ്ക് ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഈവൻ സന്തോഷ് നാഗ്മോട്ട ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് നമ്മളാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇങ്ങനെ അടിപൊളിയായിട്ട് കമ്മിങ് 30th ആണ് നമ്മൾ ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് എ മൊമെന്റ്. கார்த்திக் கேக்குதா நான் பேசுறது? கார்த்திக் கேக்குதுங்களா? கிளியரா கிளியரா கிளியரா. அதுக்குள்ள ஒரு கால் வந்துருச்சு, ஒரு வாட்ஸ்அப் கால். சோ ഇതിന്റെ കാര്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാക്കി. ബട്ട് ഒരു ചില കീ പോയിന്റ്സ് ഞാൻ പറയാൻ പോകുന്നു. ഇന്ന് വരെ ഏത് ടോക്കണും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. ഈ ടോക്കൺ ആര് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ OS Tron ഗോൾഡ് നെറ്റ്വർക്ക് കമ്മ്യൂണിറ്റിക്ക് അകത്തുള്ള മക്കൾക്ക് മാത്രം കിട്ടും. ബബ്ലിയിൽ കിട്ടില്ല. കാരണം ഈ സിൽവർ, ഗോൾഡ്, ഡയമണ്ട് ഇവർക്ക് മാത്രം കിട്ടും. അവർ ഇവിടെ യൂട്ടിലിറ്റീസില് നിങ്ങൾ എന്തൊക്കെ വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ, ഈവൻ സ്കൂൾ ഫീസ്, കോളേജ് ഫീസ്, ഫോൺ പേ, ഗൂഗിൾ പേ എന്തൊക്കെല്ലാം ചെയ്യുന്ന ഇവിടെ ടോക്കണെ വെരി നെക്സ്റ്റ് സെക്കൻഡ് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെ പറഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് ഉണ്ട്. ഈവൻ കേരളത്തിനകത്ത് ഒരുപാട് ടോക്കൺസ് ഉണ്ട്. അവരെന്താ പറഞ്ഞാൽ നിങ്ങൾ 100% കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഡെയിലി ഒരു ടോക്കൺ മാത്രം നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പറയും. ബട്ട് ഇവിടെ എന്താന്ന് പറഞ്ഞാൽ യു ക്യാൻ കൺവേർട്ട് 100%. വെരി നെക്സ്റ്റ് ഡേ 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾ മോർ ദാൻ 20,000 ബ്രാൻഡഡ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും ഈ ടോക്കൺ കൊണ്ട്. വെരി നെക്സ്റ്റ് ഡേ മോർ ദാൻ 20,000 ബ്രാൻഡഡ് പ്രോഡക്ട്സ് വിത്ത് 50% ഡിസ്കൗണ്ട്. 50% ഡിസ്കൗണ്ടിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ മറ്റു കാര്യങ്ങള ഒരു യൂട്ടിലിറ്റി ഇല്ലാതെ ഒരു ടോക്കൺ എങ്ങനെ ഗ്രോ ആകും? ഞാൻ ജയൻ സാറെ കാണുമ്പോ
അന്നെ ഇവിടെ തമിഴ്നാട്ടിൽ കണ്ട് അവർ പറഞ്ഞ് സാർ കേരളത്തിൽ ഇങ്ങനെ ഒരു ടോക്കൺ ഉണ്ടായിരുന്നു 30 rupees ഉണ്ടായിരുന്നു 1000 rupees ആയിട്ട് കാണും. ഞാൻ പറഞ്ഞു സാർ ആ ടോക്കണെ കൊണ്ട് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആ ടോക്കണെ കൊണ്ട് ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ആ ടോക്കണെ കൊണ്ട് നിങ്ങൾ Amazon.com ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എങ്ങനെ ആ ടോക്കൺ ഗ്രോ ആകും? അത് 100% ഫേക്കാ. അത് ഫേക്ക് ഗ്രോത്ത്. അത് യൂട്ടിലിറ്റി ഇല്ലാതെ ഒരു ടോക്കൺ എങ്ങനെ ഗ്രോ ആവും? എവിടെയാണ് അതിന്റെ യൂസേജ്? ബട്ട് ഇവിടെ OS ടോക്കണിന്റെ യൂസേജ് എവിടെല്ലാം ഉണ്ട്? നിങ്ങൾ ബർഗർ മേടിച്ചോ, നിങ്ങൾ KFC മേടിച്ചോ, നിങ്ങൾ ഇലക്ട്രിസിറ്റി ബിൽ പേ ചെയ്തോ, പോസ്റ്റ് പെയ്ഡ് ബിൽ പേ ചെയ്തോ, നിങ്ങൾ ഗവൺമെന്റിന്റെ ടാക്സേഷൻ ബിൽ ചെയ്യാൻ പറ്റോ, നിങ്ങളുടെ EMI ലോൺ ബിൽ ചെയ്യാൻ പറ്റോ, നിങ്ങളുടെ കാർ ലോൺ അടയ്ക്കാൻ പറ്റോ, കംപ്ലീറ്റ് കാര്യങ്ങളോടെ. ഇതാണ് റിയൽ കറൻസി, ഇതാണ് റിയൽ ടോക്കൺ. ദർ ഇസ് നോ എനി സ്റ്റോപ്പേജ്. എന്തൊരു സ്റ്റോപ്പേജ് ഇല്ല. ഇതാണ് ഈ ലോകത്തിലെ ഈവൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ദ ഗ്ലോബൽ നമ്പർ 1. കാരണം ഇത്ര 1000 and lakhs ഓഫ് യൂട്ടിലിറ്റീസ്, ഒരുപാട് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ടോക്കണെ കൊണ്ട് എന്താ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഈവൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ജൊമാറ്റോ മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് പ്രോഗ്രാം നമ്മൾ 30th ആണ്, 29th ചെക്ക് ഇൻ 30th ഇവിടെ ഊട്ടിയിലെ ഒരു പ്രോഗ്രാം ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെയിലി ഞാൻ മലയാളം മീറ്റിംഗ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നു. ഇന്നെ ഒരു 1% 2% മാത്രം നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മറ്റൊരു ചില കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ പറയാം. കാരണം നേരത്തെ ഞാൻ ആദ്യമായിട്ട് ഡിഫൻസിലെ പണിയെടുത്തത് പിന്നെ TLC തുടങ്ങിയതാ. TLC ടാപ്പറായിട്ട് ഒരു 53 crores ഏൺ ചെയ്തു. അവിടെ നിന്ന് ഓൺ പ്രോഡക്റ്റ് ബേസ് കമ്പനി തുടങ്ങിയതാ. പ്രോഡക്റ്റ് ബേസ് കമ്പനി തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് എവറി ഇയർ മോർ ദാൻ 100 crores ടേൺ ഓവർ ചെയ്തു. DTGL ഇ-കാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ബേസ്ഡ്. ബട്ട് കോവിഡ് തുടങ്ങിയതിന് ശേഷം ടോട്ടൽ കൊറിയർ ബന്ദ്, കൊറിയർ സ്റ്റോപ്പ്, റാ മെറ്റീരിയൽ കിട്ടില്ല, ഒരു കാര്യം കിട്ടില്ല. അപ്പൊ ഒരുപാട് എവറി മന്ത് 7.5 to 10 crore പരിപാടി അവിടെ ബിസിനസ് നടക്കുന്ന രീതിയിൽ അത് ലെസ്റ്റ് ഒരു 5 lakhs മന്ത്ലി 5 lakhs കൂടെ ബിസിനസ് നടന്നിട്ടില്ല. അതാണ് ആ പ്രോഡക്റ്റ് ബേസ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്തിട്ട് എഗൈൻ ഐ സ്റ്റാർട്ടഡ് ക്രിപ്റ്റോ. ആ ക്രിപ്റ്റോയിൽ ആദ്യമായിട്ട് ഞാൻ തുടങ്ങിയത് OS ലൈവ്. OS ലൈവ് എന്ന് പറഞ്ഞാൽ എത്തീരിയം ബേസ്ഡ് ആണ് എന്റെ ആദ്യം ഞാൻ തുടങ്ങിയ ഫസ്റ്റ് കമ്പനി. ആ എത്തീരിയം ബേസിലെ ഞാൻ തുടങ്ങുമ്പോ ഗ്യാസ് ഫീ ഉണ്ടായിരുന്നത് $3. വിത്തിൻ 2 months ഗ്യാസ് ഫീ എത്തി $100. ഒരു ജോയിനിങ് കൂടെ വന്നിട്ടില്ല. അതാണ് ആ സമയത്ത് എത്തീരിയത്തിന്റെ റേറ്റ് 10,000 ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ റേറ്റ് എന്താന്ന് പറഞ്ഞാൽ 2 lakh 3 lakh ഇങ്ങനെ മാറി. ആ സമയത്ത് ഒരു ജോയിനിങ് കൂടെ കിട്ടിയില്ല. ആ കാരണമാണ് ഞാൻ എത്തീരിയം ബേസ്ഡ് ആ ബിസിനസ് വൈൻഡ് അപ്പ് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടി. ഗ്യാസ് ഫീ ഉള്ള പ്ലാന് ടോട്ടൽ ഫെയിലിയർ പ്ലാൻ. കാരണം ഗ്യാസ് ഫീ $3 വിത്തിൻ 2 months $100 ആയിട്ട് മാറുമ്പോ ഒരു ജോയിനിങ് കൂടെ ആരും കൊടുക്കില്ലല്ലോ. അതാണ് അത് വൈൻഡ് അപ്പ് ആയത്. നെക്സ്റ്റ് OS ഈ ബോർഡ് ബിസിനസ് തുടങ്ങി ലൈക്ക് ഫോർസേജ്. ആ ബോർഡ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നോൺ ആക്റ്റീവ്. മക്കൾ എന്ന് പറയുക ഈ ബോർഡ് അവിടെ മേടിക്കുന്ന കംപ്ലീറ്റ് പൈസ നെക്സ്റ്റ് ബോർഡ് ഇട്ടിട്ട് പൈസ മേടിക്കുമ്പോ പിന്നെ മക്കൾ വീട്ടിൽ എന്താ എടുത്തോണ്ട് പോകും. അപ്പൊ ബോർഡ് പ്ലാൻ ടോട്ടൽ ഫെയിലിയർ. അവിടെ ട്രാനയുടെ ഗ്യാസ് ഫീ എന്തുണ്ടായിരുന്നു? ട്രാനയുടെ റേറ്റ് ₹1 ഞങ്ങൾ ₹1.40 തുടങ്ങിയതാ. ആ സമയത്ത് ട്രാനയുടെ റേറ്റ് 15 rupees ആയിട്ട് മാറി. 15 rupees ആയിട്ട് മാറുമ്പോ നമ്മൾ തുടങ്ങിയത് 160 ട്രാൻ പാക്കേജിൽ തുടങ്ങിയതാ. നിയർ അബൌട്ട് 200 rupees ഇന്ത്യൻ കറൻസി. ബട്ട് അതെന്തായെന്ന് പറഞ്ഞാൽ 15 rupees മാറി. 15 rupees മാറുമ്പോ ബോർഡ് പ്ലാൻ കൊണ്ട് ടോട്ടൽ ജോയിനിങ് ഓഫ് ആയി. കാരണം ബിക്കോസ് ഓഫ് ഗ്യാസ് ഫീ എന്തുണ്ടായിരുന്നു? ട്രാനില് 3 ട്രാൻ ഉണ്ടായിരുന്നു. ബട്ട് വിത്തിൻ 2 months അത് 75 ട്രാണക്ക് മാറി. ഗ്യാസ് ഫീ 75 ട്രാൻ. അതാണ് കാരണം അവിടെ ബോർഡ് പ്ലാൻ നമ്മൾ വൈൻഡ് അപ്പ് ആക്കി. ഓക്കെ, ഇനി നോ മോർ ഗ്യാസ് ഫീ, നോ മോർ ബോർഡ്, നോ മോർ റീഇൻവെസ്റ്റ്മെന്റ്, നോ മോർ ടാപ്പ്. ഇത് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇന്ന വരെ ബൈനറിയിൽ എന്തൊക്കെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, ബോർഡ് പ്ലാനിൽ എന്തൊക്കെല്ലാം പ്രോബ്ലംസ് ഉണ്ട്, ഇവിടെ ഗ്യാസ് ഫീൽ എന്തൊക്കെല്ലാം പ്രോബ്ലം ഉണ്ട്, സ്മാർട്ട് കോൺട്രാക്ട് ബേസിൽ എന്തൊക്കെല്ലാം പ്രോബ്ലം ഉണ്ട്, ഡീസെൻട്രലൈസ് പ്രോബ്ലം എന്തൊക്കെല്ലാം പ്രോബ്ലം ഉണ്ടായി. ഈ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ നമ്മൾ കളഞ്ഞിട്ടാണ് ഇന്ന് വിത്തൗട്ട് ചാലഞ്ച് 0% ലൈബിലിറ്റി 0% ലോസ് അടിപൊളിയായിട്ട് ഒരു 300 തുടങ്ങി ഇന്ന് ഒരു 5 months നമ്മൾ മോർ ദാൻ 60,000 21 കൺട്രീസിലാണ് നമ്മളെ ബിസിനസ് അടിപൊളിയായിട്ട് നടക്കുന്നത്. കമ്മിങ് 29th പാൻ ഇന്ത്യനകത്തിരുന്ന് ഒരു നിയർ അബൌട്ട് 300 ലീഡേഴ്സ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നു. ഇതിനെക്കാട്ടിലും ഒരു ബെസ്റ്റ് പ്ലാൻ, ഇതിനെക്കാട്ടിലും മൾട്ടി സോഴ്സ് ഓഫ് ഇൻകം,
ഇതിനെക്കാട്ടിലും നെക്സ്റ്റ് മന്ത് ഈ ടോക്കൺ ലോഞ്ച് ചെയ്തിട്ട് വിത്തിൻ നെക്സ്റ്റ് 1 month നമ്മൾ റോബോട്ടിക്സ് ട്രേഡിംഗ് സിസ്റ്റം ഇൻ ദ സെയിം ട്രീയില് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ബാക്കപ്പ്. ഇന്ന് അടിപൊളിയായിട്ട് സുഖമായിട്ട് ഗ്രോ ആകുന്നു. ഇതിനെക്കാട്ടിലും ബെറ്റർ ഒരു പ്ലാൻ എവിടെയില്ല. ഇതിനെക്കാട്ടിലും ഒരു ട്രാൻസ്പെറൻസി ഉള്ള പ്ലാൻ എവിടെയില്ല. ഇതിനെക്കാട്ടിലും മൾട്ടിപ്പിൾ യൂസേജ് വിത്ത് കമ്മ്യൂണിറ്റി, യൂട്ടിലിറ്റി വിത്ത് കമ്മ്യൂണിറ്റി ഒരു ടോക്കൺ എവിടെയില്ല. ഇന്ന് എലാൻ മാസ്ക് കൂടെ ഈ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്ത് ഇന്ന് അടിപൊളിയായിട്ട് നടക്കുന്ന ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഇവിടെ എനിക്ക് ഒരു ചില സംശയങ്ങളുണ്ട്, ഒരു ചില ക്വസ്റ്റ്യൻ്റെ ആൻസർ ചോദിക്കാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കാൻ പറ്റും. ബട്ട് ഇന്ന് നിങ്ങൾക്ക് കുറേ ഇൻഫർമേഷൻ മാത്രമേ ഞാൻ കൊടുത്തു. ഇപ്പൊ നെക്സ്റ്റ് എന്റെ ദുബായ് മീറ്റിംഗ് ഉണ്ട്. സോ എന്താണ് പറഞ്ഞാൽ നാളെ നമ്മള് ഒരു ടൈം കൊടുക്കുമ്പോൾ ഡേ ടൈമിലെ ഇമ്പോർട്ടൻറ്റ് കീ ലീഡേഴ്സ് നിങ്ങൾ വിളിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ജൂം മീറ്റിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ റെഡിയാ, ഒരു സെപ്പറേറ്റ് മീറ്റിംഗ് കൊടുക്കാൻ റെഡിയാ. ബട്ട് ഇപ്പോ ജയൻ സാറിന്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നു. ഏത് സംശയമെങ്കിലും നിങ്ങൾ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റും. കംപ്ലീറ്റ് ഒരു 5 ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർക്ക് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുക്കാണ് ഞാൻ റെഡിയാ. സാർ ജെയിൻ സാർ ഞാൻ പറഞ്ഞ കാര്യത്തെ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ക്ലാരിഫിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ പറ്റും. ഈ ഈ ടോക്കണിന്റെ ബേസിക് ഇഷ്യൂയിങ് റേറ്റ് എന്താന്ന് പറഞ്ഞാൽ 0.001 USDT മീൻസ് അപ്രോക്സ് 8 പൈസ. ബട്ട് ഇത്തരം യൂട്ടിലിറ്റി വരുമ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെ ഗ്രോ ആയിട്ട് കാണും അത് നിങ്ങൾ വിചാരിക്കാൻ പറ്റും. ജെയിൻ സാർ പ്ലീസ് കറിയാം. എന്തായാലും ഇത്ര മനോഹരമായിട്ട് ഈ പ്രൊജക്ട് നമ്മൾക്ക് അവതരിപ്പിച്ച രാജു സാറിന് എന്റെ സ്വന്തം പേരിലും നമ്മുടെ ടീമിന്റെ പേരിലും ഹാർദവമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമില് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സാർ ക്ലിയർ ചെയ്ത് തരും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് ചോദിക്കാം. ഹലോ சார் பேசுங்க சார், கேக்குது, நீ கண்டினியூ பேசிட்டே இருங்க. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. എല്ലാവരും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിച്ചോ. ഷൈജു ഹലോ. பேசுங்க சார், கேக்குது சார், நீங்க பேசிட்டே இருங்க கண்டினியூவா. ഓക്കെ ഓക്കെ. എന്തായാലും ഇപ്പൊ നമ്മൾ ഒരുപാട് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടും പല പ്രൊജക്ട് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കിതൊരു എക്സൈറ്റഡ് ആയിട്ട് തോന്നിയത് ഈ ടോക്കൺ വെച്ചുകൊണ്ട് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മുടെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ ഈ പ്രോഗ്രാം. അപ്പോ ഇന്ന് ഫസ്റ്റ് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് നമ്മളായിരിക്കും ഈ പ്രൊജക്ട് നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ തന്നെ ചോദിച്ചാല് നമുക്കത് ക്ലിയർ ചെയ്യാം. ഷൈജു ഹലോ. സാർ ഹലോ. சார் எல்லாத்துக்கும் அன்மியூட் பண்ணிருக்கேன், நீங்க யார் வேணாலும் அன்மியூட் பண்ணி பேசலாம் சார். സാർ ഇവിടുന്ന് കംപ്ലീറ്റ് ആളുടെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യാര് വേണമെങ്കിലും ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാൻ പറ്റും. Sir, you can ask any question, you can make any clarification. We are ready to give the suitable answer for that. Everybody is already unmuted. എന്ത് ഡൗട്ടാണെങ്കിലും ചോദിക്കാട്ടാ. ഒരു കാര്യം കംപ്ലീറ്റ് ഒരു കാര്യം കൂടെ മനസ്സിലായില്ലെങ്കിൽ ഡൗട്ട് വരില്ല. രണ്ട് കാര്യം മാത്രമുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് മനസ്സിലായി. ഇതേതാണ് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മലയാളത്തിലെ ഒരു ഡയലോഗ് தான் எனக்கு ஞாபகம் வருது. മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മനസ്സിലാവാതെ മനസ്സിലായി. എല്ലാവരും ലീഡേഴ്സ് ആണ്, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. இல்ல சார், எனக்கு மலையாளம் டயலாக் தான் வருது. മനസ്സിലായെന്ന് പറഞ്ഞ് മനസ്സിലായത് മനസ്സിലായ പോകും മനസ്സിലായാണ്. ഓക്കെ ഓക്കെ. சார் ஒருத்தர் அன்மியூட்டட், ஒருத்தர் ஹேண்ட் ரைஸ் பண்ணிருக்காரு, அவர் பேசுறாரு சார். சார் നിങ്ങളുടെ അൺമ്യൂട്ട് ചെയ്തു സാർ. ഹലോ. യെസ് സാർ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്റെ സുനിൽ ദത്ത്. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല് സാർ, ഈ കോയിന് സിൽവർ ഗോൾഡ് ഡയമണ്ട് ഈ റാങ്കിലുള്ളവർക്ക് മാത്രമല്ലേ കിട്ടുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ? ഇനീഷ്യൽ
ഇവര് നമ്മ ജെയിൻ സർ നാളെ സിൽവർ ആയിട്ട് മാറും. അവർക്ക് നിങ്ങൾ അവരുടെ അടുത്ത് കൊടുക്കുമ്പോ അവർ മേടിച്ച് നിങ്ങൾ കൊടുക്കാം. തട്ടിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോ ഈ ടീമിൽ ആരും തന്നെ സിൽവറോ ഗോൾഡോ ഇവര് ആയിട്ട് നമ്മുടെ ജെയിൻ സാർ ഓൾറെഡി അവർ എൻട്രി അടിപ്പിച്ചിവിടെ. അവർ ലാസ്റ്റ് വീക്ക് എന്നെ തമിഴ്നാട്ടിൽ കണ്ടായിരുന്നു. അവര് വൺ മോർ അഡ്വക്കേറ്റ് സാർ, അവരുടെ പേരെന്താ, ഇവര് സിൽവർ ആയിട്ട് മാറാൻ പോകുന്നു നാളെ. പിന്നെ അവർക്ക് കിട്ടും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഫർദർ കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എത്ര കോയിൻ ഇതില് വരുന്നുണ്ട്? എത്ര കോയിൻ ഇനീഷ്യലായിട്ട് ഓൺലി ഒരു ആദ്യമായിട്ടുള്ള ലീഡേഴ്സ് പ്ലസ് ഒരു ആദ്യമായിട്ട് നമ്മള് അക്കോർഡിംഗ് ടു ദ വൈറ്റ് പേപ്പർ നമ്മൾ ഒരു 200 crores ഇനിഷ്യലായിട്ട് നമ്മൾ കൊടുക്കാൻ പോകും. 200 crores ഓൺലി. 200 crores. ആ പിന്നെ കമ്മ്യൂണിറ്റിനകത്ത് കൊടുക്കുന്ന കാര്യം പബ്ലിക്കിൽ നമ്മൾ കൊടുക്കില്ല. കാരണം ഈ ബെനിഫിറ്റ് കൊണ്ട് നമ്മൾ ഒരുപാട് ബെനിഫിറ്റ് കൊടുക്കുന്നില്ലേ. അപ്പൊ മക്കൾക്ക് എന്താ പറയാം, നിങ്ങൾക്ക് ടോക്കൺ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഇവിടെ നെറ്റ്വർക്ക് ജോയിൻ ചെയ്തെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. കാരണം നമ്മൾ സൊസൈറ്റിയെ വലിയ സൊസൈറ്റി ആയിട്ട് മാറ്റാൻ പോകുന്നു. അതാണ് മക്കളുടെ അടുത്ത് നമ്മൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റീചാർജ് ചെയ്യുമ്പോൾ 2.5% ഈ കിട്ടും. മറ്റേ ബില്ലടിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് 50% ബ്രാൻഡഡ് പ്രോഡക്റ്റിൽ 50% ഡിസ്കൗണ്ട് കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾ നെറ്റ്വർക്ക് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ കിട്ടില്ല. ആ കണ്ടീഷനാണ് നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ 300 ട്രോൺ എന്ന് പറയുമ്പോ റേറ്റ് എത്ര ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വരും? 300 ട്രാൻ പറഞ്ഞാൽ ഇന്ന് ട്രാണിന്റെ റേറ്റ് 7.5 മീൻസ് അപ്രോക്സ് ലെസ് ദെൻ ഒരു 2300 അല്ലെങ്കിൽ ലെസ് ദെൻ 2500. ഓക്കെ ഓക്കെ ഓക്കെ. നാളെ ട്രാനുടെ റേറ്റ് കൂടുമ്പോ നമ്മൾ എന്ത് ചെയ്യും, ഈ നമ്പർ ഓഫ് 300 എന്ന് പറഞ്ഞാൽ അത് 200 ആയിട്ട് മാറും, അല്ലെങ്കിൽ 150 ആയിട്ട് മാറും. ഓക്കെ 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 സർ. ഓക്കെ ഓക്കെ ബൈ. റൈറ്റ് സർ, താങ്ക് യു. എനി മോർ ക്വസ്റ്റ്യൻ? നിങ്ങൾ എന്ത് വേണോ, ഏത് സംശയം എന്നെ ഓപ്പൺലി ചോദിച്ചാൽ മതി. ഞാൻ റെഡി. ഹലോ സർ, എന്റെ പേര് ഷൈജു. ഹലോ, കേൾക്കാമോ? ഹലോ. സാജു സാർ, സുഖമായിട്ട് കേൾക്കുന്നു, പറ സാർ. ഓക്കെ സാറേ, ഞാൻ സംശയം ചോദിക്കുന്നത്, നമ്മള് $300 ട്രോണിൽ ജോയിൻ ചെയ്യൂലേ? ആ ട്രോണിൽ നമുക്ക് അതില് ട്രേഡിംഗ് ഇല്ല അല്ലേ? ആ ട്രോൺ എന്താ ചെയ്യുന്നത്? നോ. ആ ട്രോൺ 300 ട്രോണില് 292 ട്രോൺ ഫോർ നെറ്റ്വർക്ക് സിസ്റ്റത്തിക്ക് ഡിസ്പെർസ് ആവും ഓൺ ദ ഡേ ഇറ്റ്സെൽഫ്. ഓക്കെ ഓക്കെ. നിങ്ങൾ 300 എക്സാമ്പിൾ ഞാൻ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ. നിങ്ങളുടെ 300 ട്രാണില് എനിക്ക് 95 ട്രാൻ കിട്ടും, ഡയറക്റ്റ് സ്പോൺസർ. ഓക്കെ. പിന്നെ ഒരു 50 ട്രാൻ വി ആർ അലോട്ടിംഗ് ഫോർ യൂണിവേഴ്സൽ ഇൻകം. 45 ട്രാൻ ഫോർ സിൽവർ. 25 നിങ്ങൾ കൊടുക്കുന്ന 300 ട്രാനില് 292 ട്രാൻ നമ്മള് മക്കൾക്ക് ഡിസ്പെർസ് ചെയ്യാൻ പോകുന്ന ഓൺ ദ ഡേ ഇറ്റ്സെൽഫ്. അന്ന് തന്നെ ഡിസ്പെർസ് ആവും. വി ആർ നോട്ട് ഹോൾഡിംഗ് യുവർ മണി. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് ഇതിന് ശേഷം നമ്മള് ഓക്കെ മനസ്സിലായി. ഇതിന് ശേഷം വരുന്ന ട്രോൺ ഉണ്ടല്ലോ, നമുക്ക് ഒരു അടുത്തൊരു പർച്ചേസിന് വേണമെങ്കിൽ ട്രോൺ എടുത്തിട്ട് വേറെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. സാറ് നേരത്തെ പറഞ്ഞ പോലെ റീചാർജോ അല്ലെങ്കിൽ ബിൽ പേയ്മെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാനെ കൊണ്ട് പർച്ചേസ് ചെയ്യപ്പെട്ടില്ല. നിങ്ങൾ ടോക്കൺ മേടിക്കും. അത് നമ്മൾ ടോക്കൺ വാങ്ങിക്കണം. ടോക്കൺ വാങ്ങിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് ടോക്കൺ എങ്ങനെ മേടിക്കും? ഓട്ടോമാറ്റിക് അവിടെ നമ്മൾ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സാർ, നിങ്ങളുടെ പോയിന്റ് എനിക്ക് മനസ്സിലായി. ലെറ്റ് മീ ഗിവ് ദ ആൻസർ. നിങ്ങളുടെ കാര്യം, നിങ്ങൾ പറയുന്ന കാര്യം മനസ്സിലായി. ബൈ ചാൻസ് ഒന്ന് നിങ്ങൾ ഇവിടെ പണി തുടങ്ങി ഒരു 3 ആളിൻ്റെ ചെയ്തു, നിങ്ങൾക്ക് ഒരു 300 ട്രാൻ കിട്ടി. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ 300 ട്രാൻ ടോക്കൺ ആയിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ റീചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കുന്നത്, ടോക്കൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടോ കമ്പനി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് കമ്പനി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ മിനിമം നിങ്ങൾ ഒരു സിൽവർ റോയൽറ്റി അച്ചീവർ ആയിട്ട് മാറുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സീനിയർ അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയറിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യും. നിങ്ങളുടെ സീനിയർ അക്കൗണ്ടിക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ സീനിയർ, നിങ്ങൾ 3 ലെവൽ കംപ്ലീറ്റ് ആക്കുമ്പോ പർച്ചേസ് ചെയ്യുന്ന പെർമിഷൻ നിങ്ങൾ കിട്ടും. ബൈ ചാൻസ് 3 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ ലീഡർ ജെയിൻ സാർ ഉണ്ട്,
അവരുടെ അടുത്ത് നിങ്ങൾ പൈസ കൊടുക്കുമ്പോ ആ സെയിം വാല്യൂ ടോക്കൺ അവർ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കാം. പിന്നെ ആ ടോക്കണെ കൊണ്ട് നിങ്ങൾ റീചാർജ് ചെയ്യാൻ പറ്റുമോ, ഫാസ്ടാഗ് പോകാൻ പറ്റുമോ, ഇൻഷുറൻസ് ഏതെങ്കിലും എന്തെങ്കിലും ചെയ്യും. ഓക്കെ ഓക്കെ. പിന്നെ സാർ വേറെ ഡൗട്ട് എന്ന് വെച്ചാല് നമ്മൾ ഈ കോയിൻ നമ്മളുടെ ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യുന്നത് ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും? അസറസോ അല്ലെങ്കിൽ ബിനാൻസോ? ആദ്യമായിട്ട് നമ്മൾ ടോപ്പ് 10 എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ആദ്യമായിട്ട് ഇപ്പൊ ചെയ്യില്ല. കാരണം ഓൾറെഡി നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റിനകത്ത് മാത്രം ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ലിസ്റ്റിംഗ് പോയെങ്കിൽ കൺട്രോൾ നമ്മുടെ കയ്യിൽ കാണില്ല. ലിസ്റ്റിംഗ് പോയില്ല അവര് അത് വലിയ വലിയ കടല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കമ്മ്യൂണിറ്റിനകത്ത് കൊടുത്ത് ഈ ரொம்ப സ്ട്രെങ്തൻ ആയിട്ട് ഒരു 1 crore കമ്മ്യൂണിറ്റി സൈസ് ഉണ്ടാക്കിയിട്ട് പിന്നാണ് നമ്മൾ ഇന്റർനാഷണൽ ലാഞ്ചിങ് പോകും. അപ്പോഴാണ് നമ്മൾ അതേപോലെയുള്ള കമ്പനിയിലോട് ലിസ്റ്റ് ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ തന്നെ ലിസ്റ്റ് ചെയ്യും. കാരണം ഇന്ന് ഇവിടെ ഡിമാൻഡ് ഇവിടെ എല്ലാവർക്കും കിട്ടില്ല. ഇവിടെ പൈസ കൊടുത്താൽ കിട്ടില്ല. സോ ഇന്ന വരെ ബിറ്റ്കോയിൻ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടില്ല. എത്തീരിയം ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടില്ല. ട്രാൺ ഇങ്ങനെ ഒരു കാര്യം കൊടുത്തിട്ടില്ല. ആദ്യമായിട്ട് നമ്മുടെ ടോക്കൺ ആണ് ഇങ്ങനെ ലോകത്തിലെ ഫസ്റ്റ്, വേൾഡിലെ ഫസ്റ്റ് ടൈമാ. അപ്പോ ബിറ്റ്കോയിനെ കൊണ്ട് ഈ പരിപാടിയെല്ലാം ചെയ്യാൻ പറ്റില്ല. ബട്ട് OS ടോക്കണെ കൊണ്ടിരുന്ന എന്തൊക്കെ വേണമെങ്കിലും ചെയ്യും. കേരള ഗവൺമെന്റിന്റെ ഇലക്ട്രിസിറ്റി ബില്ല്, കേരള ഗവൺമെന്റിന്റെ വാട്ടർ ബില്ല്, കേരള ഗവൺമെന്റിന്റെ മുനിസിപ്പാലിറ്റി ബില്ല്, കംപ്ലീറ്റ് കേരള കോളേജ് ഫീസ്, കംപ്ലീറ്റ് നിങ്ങളുടെ ഏത് കാര്യം എന്തൊക്കെ വേണാലും വെരി നെക്സ്റ്റ് സെക്കൻഡ് നിങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ സാർ. അതേപോലെ തന്നെ സപ്പോസ് നമ്മളിപ്പോ ഒരു 1000 ട്രോൺ എടുത്തിട്ട് നമ്മൾ ടോക്കൺ ആക്കി മാറ്റി വിചാരിച്ചു. ഇമീഡിയറ്റ്ലി നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി ഒരു സിറ്റുവേഷനിൽ അത് കൺവേർട്ട് ചെയ്ത് വീണ്ടും ട്രോൺ ആക്കാൻ പറ്റും? വെരി നെക്സ്റ്റ് സെക്കൻഡ് നിങ്ങൾ ആക്കാൻ പറ്റും. നെക്സ്റ്റ് സെക്കൻഡ് ഇവിടെ നെക്സ്റ്റ് സെക്കൻഡ് ആക്കാൻ പറ്റും. ബിക്കോസ് ദാറ്റ് ഈസ് റിയൽ മണി. നിങ്ങൾ വേണമെങ്കിൽ അത് ഇന്ത്യൻ മണി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആരെങ്കിലും പൈസ അടിപ്പിക്കും. ടോക്കണ് കൺവേർട്ട് ചെയ്തിട്ട് ഒരു SBI അക്കൗണ്ട് ഉള്ള നബർക്ക് നിങ്ങൾ ഒരു പേഴ്സണൽ അனுപ്പിക്കാൻ പറ്റും. പറഞ്ഞാ അല്ല ഇപ്പൊ നിലവിൽ സാറേ നമുക്ക് ട്രാൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വെരി നെക്സ്റ്റ് സെക്കൻഡ് സ്വാപ്പിംഗ് സിസ്റ്റം. ഇതെന്താന്ന് പറഞ്ഞാൽ അതിക്ക് പേരെന്താന്ന് പറഞ്ഞാൽ സ്വാപ്പിംഗ് സിസ്റ്റം. നമ്മള് സ്വാപ്പിംഗ് സിസ്റ്റം അവിടെ കൊടുക്കും. സ്വാപ്പിംഗ് വാലറ്റ് സെപ്പറേറ്റ്, സ്വാപ്പിംഗ് വാലറ്റ് സെപ്പറേറ്റ്, സ്റ്റാക്കിംഗ് വാലറ്റ് സെപ്പറേറ്റ്. 3 വാലറ്റ് കൊടുക്കും. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ സ്വാപ്പിംഗിനകത്ത് ഇടുമ്പോ 50% ഡിസ്കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഇന്റർനാഷണൽ ബ്രാൻഡ് കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 1000 rupees ടോക്കൺ മേടിച്ചു. ഓക്കെ, ഈ 1000 rupeesല് ഒരു 200 rupees ഫോർ ഷോപ്പിംഗ്, 200 rupees ഫോർ സ്റ്റാക്കിംഗ്, 200 rupees ഫോർ സ്വാപ്പിംഗ് അങ്ങനെ കൊടുത്ത്. അപ്പോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വാലറ്റിനകത്ത് ആ ടോക്കൺ ആയിട്ട് മാറും. അവിടെ മാറിയിട്ട് ഷോപ്പിംഗിനകത്ത് ചെന്നിട്ട് നിങ്ങളുടെ ടോക്കണ് അവിടെ 20,000 ബ്രാൻഡഡ് ഐറ്റം കാണും. മാർക്കറ്റിനകത്ത് 1000 rupees പറഞ്ഞാൽ മാർക്കറ്റിനകത്ത് 1000 rupees MRP ഉള്ള സാധനം സ്റ്റോക്കൺ കൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോ 50% ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അല്ല ഇത് നമ്മളിങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചാർജസ് ഉണ്ടോ? നോ ചാർജസ്, നോ ചാർജസ്. ഇത് പർച്ചേസ് ചെയ്യുന്ന നോ ചാർജസ്. കൺവേർഷൻ അത് നോർമൽ എക്സ്ചേഞ്ചിന്റെ ചാർജസ് വരും. നിങ്ങൾ ടോക്കൺ ടു സ്വാപ്പിംഗ് സിസ്റ്റം പോകുമ്പോ അത് എക്സ്ചേഞ്ചിന്റെ ചാർജസ് വരും. ബട്ട് ഷോപ്പിംഗ് പോകുമ്പോ നോ ചാർജസ്. നോക്ക് സാർ, ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഒരു ലൂയി ഫ്ലിപ്പ് ഷർട്ട് കേരളത്തില് തിരുവനന്തപുരത്തില് ലൂയി ഫ്ലിപ്പ് സ്റ്റോറിനകത്ത് 3000 rupees ഫോർ എക്സാമ്പിൾ. സെയിം ലൂയി ഫ്ലിപ്പ് ഷർട്ട് നമ്മുടെ ടോക്കണെ കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോ 1500 rupees, 50% straight way off. ഓൺലൈൻ പർച്ചേസ് ഓക്കെ. മാത്രമേ മതി. 2.5% ഡിസ്കൗണ്ട്. അത് ഓക്കെ. നമ്മളുടെ വെബ്സൈറ്റിൽ
ഇതിലൂടെ മാത്രമല്ല നമുക്ക് നമ്മുടെ ആപ്പ് വഴി അല്ലെ പർച്ചേസ് ചെയ്യുന്നത്? നിങ്ങളുടെ ആപ്പ്, ഞാൻ പറയുന്ന കമ്പനി പറയുന്ന ആപ്പ് വഴി ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ സാർ, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് പിന്നീട് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കും. ഏതായാലും ജസ്റ്റ് കേട്ടതല്ലേ ഉള്ളൂ. ഇതിൽ ഇത്ര അറിവുകൾ കിട്ടിയ കാര്യം നമ്മൾ പിന്നീട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ സാർ കേരളത്തിൽ 100% കേരളത്തിൽ ഓക്കെ. ഞാൻ എറണാകുളം കേൾക്കുന്നു. എറണാകുളം. ഓക്കെ, ഞാൻ ഒരു കാര്യം മാത്രം പറയട്ടെ. കേരളത്തിലെ 100% പീപ്പിൾ എഡ്യൂക്കേറ്റഡ്. അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ഇങ്ങനെ ഒരു അടിപൊളിയായ ഒരു ടോക്കൺ, അടിപൊളിയായ യൂണിറ്റി, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി ഇന്ന വരെ ഈ ലോകത്തിൽ യാരും കൊടുത്തിട്ടില്ല. സോ ഈ പ്രോഗ്രാം കേരളത്തിനകത്ത് നമ്പർ 1 പ്രോഗ്രാം ആയിട്ട് മാറും. ഞാൻ ഓൾറെഡി ഫിനാൻസിലും വാസ്ത്രസിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ബട്ട് നമ്മുടെ ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം യാരും കൊടുത്തിട്ടില്ല, ഇന്ന വരെ യാരും കൊടുത്തിട്ടില്ല. We are the first in the world. ഓക്കെ, അടിപൊളിയായിട്ട് മാറും. ഓക്കെ സാർ, നമുക്ക് എന്തായാലും സഹകരിക്കാം. ഏത് സംശയം ഉണ്ടെങ്കിലും ജെയിൻ സാറിനോട് പറഞ്ഞിട്ട് കോൺഫറൻസ് കാൾ എടുത്താൽ മതി. നാളെ ഡേ ടൈമില് ഫുൾ ഡേ ഞാൻ അവൈലബിൾ ഉണ്ട്. അവര് കൂടെ ഫോൺ വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ മതി. കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി കൊടുക്കാം. നാളെ വൈകിട്ട് നമ്മൾ ടൈം ഫിക്സ് ആയിട്ട് ലീഡർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്രോഗ്രാം ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ ജെയിൻ സാർ. ഇനി ആരെങ്കിലും വല്ല ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നാളെ ക്ലിയർ ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും. വാട്ടർ ബോട്ടിൽ இல்லையா എടുത്തു കൊടുത്തിருக்கோம். ഓക്കെ, അപ്പൊ രാജ് സാർ, ഞാൻ എല്ലാവരോടും ചോദിച്ചിട്ടേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ നാളെ സാറിനെ വിളിച്ചിട്ട് ഹലോ സാർ ഇന്ന സമയമുണ്ട്. ഇന്നൊരു 15 minutes ഇവരുടെ അടുത്ത് ഏത് സംശയമായാലും നമ്മളെ ചോദിക്കാൻ പറ സാർ. ഫസ്റ്റ് ഡേ. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ജെയിൻ, ഹലോ. സാർ പറയ്. നമ്മള് 300 പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ 8 കാറ്റഗറിയിലല്ലേ? യെസ് സർ. കാറ്റഗറിയിൽ ഈ അഡ്മിനായിട്ട് അത് മാത്രമാണോ കമ്പനിയുടെ പ്രോഫിറ്റ്? അത്ര മാത്രം കമ്പനിയുടെ പ്രോഫിറ്റ്. അത് മാത്രം കമ്പനിയുടെ പ്രോഫിറ്റ്. ബട്ട് കമ്പനിയുടെ സാർ, സാർ നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് സാജു ഉസ്മാൻ. സാജു സാർ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കട്ടെ സാറേ? ഒരു മിനിറ്റ്, സാജു സാർ ഒരു കമ്പനിയുടെ ഓണറൊക്കെ ഉണ്ടോ? വെരി ഗുഡ് സാർ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സാർ ഒരു കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടെ എന്താന്ന് പറഞ്ഞാ ഇത് ഫോർ പബ്ലിക്. இந்த കമ്പനിയുടെ ഈ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്യൂർലി ഡിസൈൻ ഫോർ ദ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഇവിടെ 8 ട്രാണെ കൊണ്ട് ഇത്തന പരിപാടികൾ ഉണ്ടാക്കാൻ പറ്റില്ല. എന്റെ ഐഡിയിൽ നിന്നാണ് ഇത്തന കാര്യങ്ങൾ, എന്റെ ഐഡിയിൽ കിട്ടുന്ന പേയ്മെന്റ് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. നാളെ 29th 30th ഊട്ടിയിൽ മാത്രം. നേരത്തെ നമ്മൾ ലോണാവാലയുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു നോർത്ത്. അതുക്ക് മാത്രം 10 lakhs എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഇവിടെ 300 പീപ്പിൾ ഹോട്ടൽ ഊട്ടി സ്റ്റെർലിംഗിൽ ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങൾ പെർമിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ജെയിൻ സാർക്ക് ഒരു നിങ്ങളുടെ കീ ലീഡേഴ്സ്ക്ക് മാത്രം പെർമിറ്റ് കൊടുത്തിട്ട് ആ പ്രോഗ്രാമില് ഞാൻ അലോ ചെയ്യും. ഇതൊക്കെ മാത്രം മോർ ദൻ 12 lakhs എക്സ്പെൻസാ ഷോർട്ട് ഊട്ടി സ്റ്റെർലിംഗില്. പിന്നെ കോയമ്പത്തൂർ ലീ മേഡിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കി. പിന്നെ പൂനെനകത്ത് 5 star ഹോട്ടലിനകത്ത് 2 പ്രോഗ്രാം ഉണ്ടാക്കി. കാരണം ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓൾറെഡി നമ്മുടെ അകത്ത് 50% ഡിസ്കൗണ്ടിൽ കൊടുക്കാൻ പോകുന്ന ഈ ബ്രാൻഡഡ് പ്രോഡക്ട്സ് ഓൾറെഡി എന്റെ ഗുഡോണിൽ മാത്രം മോർ ദൻ 1000 crores പർച്ചേസ് ഓൾറെഡി ഡൺ. ഇന്റർനാഷണൽ വെഞ്ചർ ക്യാപിറ്റൽ ത്രൂ ഇത്തനോ പരിപാടികളെല്ലാം ചെയ്തു. കാരണം നമ്മുടെ ഫാസ്റ്റ് ഓൾറെഡി മെനി ക്രോർസ് പെയ്ഡ്. കേരള ഗവൺമെന്റ് ഓൾറെഡി മെനി ക്രോർസ് പെയ്ഡ്. ഈ മറ്റ എല്ലാ കാര്യങ്ങളും ഈ Amazon.com ഇത് മറ്റെല്ലാം ഓൾറെഡി അഡ്വാൻസ് പെയ്ഡ്. എനിക്ക് ഓൾറെഡി അവർ കൊടുക്കുന്ന ഡിസ്കൗണ്ട് കാട്ടിലും എക്സ്ട്രാ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. Amazon.com നീ പോകുമ്പോ ഒരു 3% 5% ഡിസ്കൗണ്ട് കിട്ടും. ബട്ട് ഇൻ അഡീഷൻ ടു ദാറ്റ് OS ടോക്കൺ ത്രൂ പോകുമ്പോ മോർ ഒരു 3 to 5% കിട്ടും. അത് എവിടെ നിന്ന് കിട്ടുന്നത്?
നമ്മൾ ഓൾറെഡി പെയ്ഡ്. എന്റെ മക്കൾ ഇങ്ങോട്ട് വരുമ്പോ ഇത്ര ഡിസ്കൗണ്ട് കൊടുക്കണം, എത്ര പൈസ നിങ്ങൾക്ക് വേണോ അത്ര പൈസ ഓൾറെഡി നമ്മൾ പെയ്ഡ്. മനസ്സിലായോ? ഓക്കെ. ഇങ്ങനെയാണ് ഈ പരിപാടികളെല്ലാം ഉണ്ടാക്കിയത്. ഹലോ ഓക്കെ സാർ. എനി മോർ ക്വസ്റ്റ്യൻ സാർ? No. Yes sir, come on sir, tell me sir. ഹലോ സുനിൽ സാർ പോയാ? പറ സാർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ പ്ലാൻ ചെയ്യാം സാറേ. എല്ലാവരോടും സംസാരിച്ചിട്ട്. ജെയിൻ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്. ജെയിൻ പറഞ്ഞു സാറേ. ലേറ്റ് ആയിട്ടാണ് ഞാൻ കയറിയത്. 300 ട്രോൺ നമ്മൾ പർച്ചേസ് ചെയ്യണം ഫസ്റ്റ്. 300 ട്രോൺ എടുത്തിട്ട് പർച്ചേസ് ചെയ്യണം. അതിന് എത്ര രൂപയുടെ ഇനീഷ്യൽ കോസ്റ്റ് വരും? ഇന്നത്തെ കണ്ടീഷനിൽ ഒരു 2200 വരുള്ളൂ, 2200 വരുള്ളൂ. ഇതിന് നമുക്ക് 2200 രൂപക്ക് നമുക്ക് അറ്റ് പ്രസന്റ് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. പാക്കേജിന്റെ സാർ പറയും. അല്ല, പാക്കേജ് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറയും, ഈ ROE ഉണ്ടോ ഇത് കൂടാതെ? അല്ല, ROE ഇല്ല. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ പ്രോഗ്രാം വീഡിയോ റെക്കോർഡിംഗ് അവിടെ ഉണ്ട്. ആ യൂട്യൂബിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ലിങ്ക് കൊടുക്കാം. ഇന്ന് ഉണ്ടാക്കിയ പ്രോഗ്രാം കംപ്ലീറ്റ് ഓൾറെഡി റെക്കോർഡ്. എനിക്കന്ന് ലിങ്ക് ചെയ്തു സാറേ. അത് ലിങ്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പതുക്കെ നിങ്ങൾ കണ്ടാ മതി. ഇല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതെ സാർ, ROE ഇല്ല. അത് ആദ്യം ഈ ROE കുറിച്ച് പറഞ്ഞായിരുന്നു സാറ്. സാർ ഇവിടെ പ്രോഡക്റ്റ് ഇല്ല, ഇവിടെ റീപർച്ചേസ് ഇല്ല, ഇവിടെ ബൈനറി മാച്ചിങ് ഇല്ല, ഇവിടെ ഗ്യാസ് ഫീ ഇല്ല, ഇവിടെ മീൻസ് ബോർഡ് പർച്ചേസിംഗ് ഇല്ല, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, ഇവിടെ ROE ഇല്ല. ഇവിടെ ഇന്ന വരെ നെറ്റ്വർക്ക് ഇൻഡസ്ട്രിയിൽ ഫ്യൂച്ചർ ഉണ്ട്. വലിയ ഫീച്ചർ ഉണ്ട്. അതാണ് സംഗതി. നമ്മൾ നാളെ നിങ്ങൾ ഈ കാര്യങ്ങളെ കേട്ടിട്ട് നാളെ ഫോൺ വിളിച്ച് കോൺഫറൻസ് കാൾ കൊണ്ട് വന്നാൽ മതി. കംപ്ലീറ്റ് കാര്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കാം. ക്ലിയർ ചെയ്യാം. താങ്ക് യു ജെയിൻ സാർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക്സ്.